أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. أم يقولون افتراه بل هو الحق من ربك لتنذر قوما ما أتاهم من نذير من قبلك لعلهم يهتدون. الله الذي خلق السماوات والأرض وما بينهما في 6 أيام ثم استوى على العرش ما لكم من دونه من ولي ولا شفيع. السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدًا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. فويل للذين يكتبون الكتاب بأيديهم ثم يقولون هذا من عند الله ليشتروا به ثمنا قليلا. فويل لهم مما كتبت أيديهم وويل لهم مما يكسبون. وقد نهى المصطفى عنه لما غاله من الغلو إلى الفراط في الندم. قد أسكت المصطفى البنتين من صفة قد قالتاها لما فيها من التهم. وتنشدون وأنتم في جهالتكم أن الإله برى الأكوان من عدمي. لولا الرسول لكان الكون منعدما. هذه المصيبة قد يربت على الأمم ومن علوم رسول الله وأسفا
علم الإله وما في اللوح والقلم والله لو سمع المختار قولكم هذا لأركسكم في مارج الضرم. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, ഈ മഹത്തായ വിജ്ഞാനവേദി ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന മുഴുവൻ സഹോദരങ്ങളെ, നേതാക്കളെ, പണ്ഡിതന്മാരെ, നല്ലവരായ ശ്രോതാക്കളെ, തളിപ്പറമ്പിൽ സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ള ഈ വിജ്ഞാന വേദിയിൽ നിങ്ങളുമായി കാണുവാനും സംസാരിക്കുവാനും തൗഫീഖ് നൽകിയ സർവശക്തനായ റബ്ബ് സുബ്ഹാനഹു വ തആലയെ സ്തുതിക്കുന്നു. അൽഹംദുലില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പൊരുത്തപ്പെടുന്ന മജ്ലിസാക്കി നമ്മുടെ ഈ മജ്ലിസിനെ മാറ്റുകയും ഈ വേദി വിട്ട് പിരിയുന്നതിൻ്റെ മുമ്പ് തന്നെ എല്ലാവിധത്തിലുള്ള അനുഗ്രഹങ്ങളും പാപമോചനങ്ങളും നമുക്കെല്ലാവർക്കും നൽകി റബ്ബ് സുബ്ഹാനഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. സഹോദരങ്ങളെ, മനുഷ്യ സമൂഹത്തിന് രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണ് എന്ന് അന്വേഷിക്കുകയും ആലോചിക്കുകയും ഒക്കെ ചെയ്യുന്ന കാലഘട്ടത്തിലാണല്ലോ നാം എല്ലാവരും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. മനുഷ്യന് രക്ഷ എന്ന് പറയുന്നത് ശാശ്വതമായ രക്ഷ പ്രാപിക്കാൻ കഴിയലാണ്. മുസ്ലിമീങ്ങളായ നമ്മളെല്ലാം ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന, പ്രാർത്ഥിക്കുന്ന രക്ഷ നമ്മുടെ മരണത്തിന് ശേഷം നമുക്ക് ലഭ്യമാവേണ്ടുന്ന പരലോക രക്ഷയാണ്. അതിനു വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പ്രവാചകന്മാരിലൂടെ മാനവ സമൂഹത്തിന് നിയമങ്ങളും നിർദ്ദേശങ്ങളുമെല്ലാം പഠിപ്പിച്ചു തന്നിരിക്കുകയാണ്. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൽ തുടങ്ങിയ ആ പ്രക്രിയ മഹാനായ നമ്മുടെ നേതാവ് അന്ത്യപ്രവാചകൻ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വരെയുള്ള പ്രവാചകന്മാരിലൂടെ കടന്നു വന്ന് അത് പൂർത്തീകരിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. നമുക്ക് രക്ഷപ്പെടാനുള്ള മാർഗം എന്താണെന്ന് വളരെ കൃത്യമായി അല്ലാഹു അവന്റെ ഗ്രന്ഥത്തിലൂടെ പഠിപ്പിച്ചു തന്നിരിക്കുകയാണ്. ഇന്ന ഹാദൽ ഖുർആന യഹ്ദീ ലില്ലതീ ഹിയ അഖ്വം. പരിശുദ്ധ ഖുർആനിനെ പറ്റി അല്ലാഹു പറയുന്നത്, ഈ ഖുർആൻ ഏറ്റവും ചൊവ്വായ മാർഗത്തിലേക്ക് നയിക്കുന്നു എന്നാണ്. ഏറ്റവും നേരായ, വളവില്ലാത്ത, വക്രതയില്ലാത്ത നല്ല വഴിയിലേക്ക് നയിക്കുന്ന ഏക ഗ്രന്ഥം അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആനാണ്. ആ പരിശുദ്ധമായ ഖുർആൻ നമ്മൾ സ്വന്തമായി ഒരു ഖുർആൻ മറിച്ച് അതിനെ ഡിക്ഷണറി നോക്കിക്കൊണ്ട്, പരിഭാഷ നോക്കിക്കൊണ്ട് അർത്ഥം മനസ്സിലാക്കിയാൽ പരിശുദ്ധ ഖുർആൻ എന്താണ് പറഞ്ഞതെന്ന് മനസ്സിലാക്കാനാവില്ല. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ അല്ലാഹു പരിശുദ്ധ ഖുർആൻ നബി തങ്ങൾക്ക് അവതരിപ്പിച്ചു കൊടുക്കുക മാത്രമല്ല റബ്ബുൽ ആലമീൻ ചെയ്തത്, മറിച്ച് ആ ഖുർആനിലെ ആശയങ്ങളെ
മനുഷ്യർക്ക് മനസ്സിലാകുന്ന നിലക്ക് വിവരിച്ചു കൊടുക്കുവാനുള്ള സംവിധാനങ്ങൾ അല്ലാഹു ഏർപ്പെടുത്തി. പരിശുദ്ധ ഖുർആൻ അല്ലാത്ത നിലക്കുള്ള വഹയ്കളും നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന് അല്ലാഹു നൽകി എന്നർത്ഥം. വഅൻസൽനാ ഇലൈക الذിക്റ ലിതുബയ്യിന ലിന്നാസി മാ നുസ്സില ഇലൈഹിം. നബിയെ, താങ്കൾക്ക് ഈ ഉത്ബോധനം നാം അവതരിപ്പിച്ച് തന്നിരിക്കുന്നു. ഖുർആനിനെ പറ്റിയാണ് അല്ലാഹു അവിടെ പറയുന്നത്. ഈ ഖുർആൻ താങ്കൾക്ക് നാം അവതരിപ്പിച്ചു തന്നു. ലിതുബയ്യിന ലിന്നാസ്, നബിയെ, താങ്കൾ വിവരിച്ചു കൊടുക്കുവാൻ വേണ്ടി ജനങ്ങൾക്ക് അങ്ങ് വിവരിച്ചു കൊടുക്കണം. ജനങ്ങൾക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമാണ് വിവരിച്ചു കൊടുക്കേണ്ടത്. മാ നുസ്സില ഇലൈഹിം, അവരിലേക്ക് അവതരിപ്പിക്കപ്പെട്ട കാര്യങ്ങൾ എന്താണെന്ന് ഖുർആൻ മാത്രം നോക്കിയാൽ നമുക്ക് മനസ്സിലാവില്ല. അത് മനസ്സിലാകണമെങ്കിൽ നമ്മുടെ നേതാവ് ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ, അവിടുത്തേക്ക് റബ്ബുൽ ആലമീൻ നൽകിയ വഹയിലൂടെ നമുക്ക് പകർന്നു തന്നിട്ടുള്ള ഹദീസുകളിലൂടെ, വിശദീകരണങ്ങളിലൂടെ മനസ്സിലാക്കിയാലല്ലാതെ തോന്നിയതുപോലെ ഖുർആനിന് വ്യാഖ്യാനം പറയാനോ വിശദീകരിക്കുവാനോ അർത്ഥം വെക്കുവാനോ ലോകത്തൊരാൾക്കും അധികാരമില്ല. അത് മഹാപാതകമാണല്ലോ. അതേ അവസരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണോ സ്വഹാബത്തിന് ഖുർആൻ പഠിപ്പിച്ചു കൊടുത്തത്, ആ സ്വഹാബിമാരല്ലേ നബി തങ്ങളിൽ എന്നതാദ്യമായി കേട്ടത്. അതിന്റെ വിശദീകരണങ്ങൾ എങ്ങനെ മനസ്സിലാക്കണമെന്ന് ആദ്യമായി മനസ്സിലാക്കിയവരും സ്വഹാബത്തല്ലേ. അങ്ങനെ അല്ലാഹു ജിബ്രീൽ അലൈഹിസ്സലാമിലൂടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ഖുർആൻ നൽകി. 23 കൊല്ലങ്ങൾക്കിടയിലാണ് ഖുർആൻ പല പ്രാവശ്യമായി കൊണ്ട് നൽകപ്പെട്ടത്. അതേ കാലയളവിൽ തന്നെ ആവശ്യമായ നിലക്കുള്ള വിവരണങ്ങളും അല്ലാഹു റബ്ബുൽ ആലമീൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് പഠിപ്പിച്ചു കൊടുക്കുന്നു. അങ്ങനെ ഖുർആനും അതിന്റെ വിവരണങ്ങൾക്ക് ആവശ്യമായ എല്ലാ ഹിക്മത്തുകളും മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് നബിതങ്ങളെ കാണാനും കേൾക്കാനും ഒക്കെ ഭാഗ്യം ലഭിച്ച ഉത്തമ തലമുറയായ സ്വഹാബാ കിറാം റളിയല്ലാഹു അൻഹും അവര് മനസ്സിലാക്കുന്നു, പഠിക്കുന്നു, ഉൾക്കൊള്ളുന്നു. അവർ അടുത്ത തലമുറക്ക് കൈമാറുന്നു. അങ്ങനെ കൃത്യമായി ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഇസ്ലാമിന്റെ ഓരോ കാര്യങ്ങളും അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് ആർക്ക് കിട്ടി, അവിടുന്ന് ആർക്ക് കിട്ടി എന്ന കൃത്യമായ പരമ്പരയോടുകൂടി, ആ പരമ്പരയുള്ളതാണല്ലോ നമ്മൾ വിശ്വസിക്കേണ്ടത്, ആചരിക്കേണ്ടത്, പ്രവർത്തിക്കേണ്ടത്. അതുകൊണ്ടാണല്ലോ തോന്നിയവർക്ക് തോന്നിയതുപോലെ പറയാനുള്ള അവസരം കൊടുക്കാതെ ഇസ്ലാം എന്താണെന്ന് പറയേണ്ടത് റബ്ബാണ്. ആ റബ്ബത് പറയാൻ വഹി കൊടുത്തിട്ടുള്ള റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമാണ്. ആ നബിതങ്ങളിലൂടെ കിട്ടിയത് മുഴുവനും വിശ്വസിച്ചേ പറ്റൂ. ഖുർആനാവട്ടെ ഹദീസുകളാവട്ടെ, അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് എന്തൊന്ന് കൊണ്ടുവന്നിട്ടുണ്ടോ, വമാ ആതാകുമുർ റസൂലു ഫഖുദൂഹു വമാ നഹാകും അൻഹു ഫന്തഹൂ. നിങ്ങൾക്ക് അല്ലാഹുവിന്റെ റസൂൽ എന്തൊന്ന് കൊണ്ടുവന്നുവോ അത് നിങ്ങൾ സ്വീകരിക്കണേ. അവിടുന്ന് നിങ്ങളോട് എന്തൊന്ന് വിരോധിച്ചിരിക്കുന്നുവോ അതിൽ നിന്ന് നിങ്ങൾ വിട്ടു നിൽക്കണേ, നിങ്ങൾ അതിൽ നിന്ന് മാറി നിൽക്കണേ. അങ്ങനെ അവിടുന്ന് നമുക്ക് പഠിപ്പിച്ച് തന്നത് മുഴുവനും നാം ഉൾക്കൊള്ളൽ നിർബന്ധമാണ്, സ്വീകരിക്കൽ നിർബന്ധമാണ്. എന്റെ യുക്തിക്കും എന്റെ ബുദ്ധിക്കും യോജിക്കുന്നതേ ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നുമൊക്കെ ഞാൻ മനസ്സിലാക്കൂ എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവനും ഇസ്ലാമുമായി ബന്ധമില്ലെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഖുർആൻ ഇങ്ങനെ നോക്കിയിട്ട് അതിൽ പറയുന്നതൊന്നും ഉൾക്കൊള്ളാൻ എനിക്കാകുന്നില്ല. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ കയ്യിലുള്ള വടി കൊണ്ട് സമുദ്രത്തിൽ അടിച്ചപ്പോൾ ആ സമുദ്രം 2 പിളർപ്പായി മാറിപ്പോയി. മൂസാ നബി അലൈഹിസ്സലാമും അനുയായികളും ആ പിളർന്ന കടലിന്റെ നടുവിലൂടെ നടന്നുപോയി എന്ന് പറയുമ്പോൾ ചിലർക്ക് ദഹിക്കാഞ്ഞിട്ട് അതെങ്ങനെ സംഭവിക്കാനാണ്, അതെന്റെ ബുദ്ധിക്ക് ഉൾക്കൊള്ളാനാകുന്നില്ല എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞ പിഴച്ചുപോയ കക്ഷികളില്ലേ. മൂസാ നബി അലൈഹിസ്സലാമിന്റെ ആ മുഅ്ജിസത്തിനെ
അല്ലാഹു മൂസ നബി അലൈഹിസ്സലാമിലൂടെ നൽകിയ ആ മുഅ്ജിസത്തിനെ നിഷേധിക്കുന്ന ആളുകളുണ്ട്. അവര് ഖുർആൻ നിഷേധികളാണ്. ഇങ്ങനെ ഏതൊരു കാര്യം എടുത്ത് പരിശോധിച്ചു നോക്കിയാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്ന ഒട്ടേറെ കാര്യങ്ങളില്ലേ? നബി തിരുമേനി പഠിപ്പിച്ചു എന്ന് ആരെങ്കിലും പറഞ്ഞത് കൊണ്ടായില്ല. അവിടുന്ന് അത് പഠിപ്പിച്ചിട്ടുണ്ടോ? ആരാണത് കേട്ടത്? ആ സ്വഹാബിയിൽ നിന്ന് ആരാണ് കേട്ടത്? അങ്ങനെ കൃത്യമായി സനദുള്ള പരമ്പരയുള്ള കണ്ണിമുറിയാത്ത പരമ്പരയിലൂടെ വിശ്വസ്തരായ ആളുകളിലൂടെ പകർന്നു കിട്ടിയ ഇസ്ലാമിന്റെ ഒരാശയം ഏതെങ്കിലും ഒരുത്തന്റെ ബുദ്ധിക്ക് യോജിക്കുന്നില്ലെന്ന് പറഞ്ഞിട്ട് അവൻ തള്ളിക്കളഞ്ഞാൽ, ഏതെങ്കിലും ഒരു ഹദീസിനെ ഒരാൾ നിഷേധിച്ചാൽ, സ്വഹീഹായ ഒരു ഹദീസിനെ ആരെങ്കിലും അതിൽ പറയുന്ന ആശയം എന്റെ ബുദ്ധിക്ക് യോജിക്കുന്നില്ലെന്ന് പറഞ്ഞ് ആരെങ്കിലും തള്ളിക്കളഞ്ഞാൽ അവൻ യുക്തിവാദികളുടെ കൂട്ടത്തിലേക്ക് പൊയ്ക്കോട്ടെ എന്നല്ലാതെ ഇസ്ലാമും അവനുമായിട്ട് ബന്ധമില്ല എന്ന് ഞാൻ എന്റെ സഹോദരങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് ഇസ്ലാം അല്ലാഹു അവന്റെ റസൂലിലൂടെ നമുക്ക് പഠിപ്പിച്ചു തന്നത് മുഴുവനും യാതൊരു മാനസികമായ വിഷമവും കൂടാതെ അംഗീകരിച്ചോളണം. അതെന്റെയും നിങ്ങളുടെയും ലോകത്തുള്ള ആളുകളുടെയൊക്കെ ബുദ്ധിക്ക് യോജിക്കട്ടെ യോജിക്കാതിരിക്കട്ടെ. നമ്മുടെ ബുദ്ധിയല്ലല്ലോ പ്രശ്നം, നമ്മുടെ യുക്തിയല്ലല്ലോ പ്രധാനം. എല്ലാ യുക്തിയെയും പടച്ച റഹ്മാനായ റബ്ബില്ലേ, ആ റബ്ബിന്റെ നിയമങ്ങളെ അംഗീകരിച്ചോളണം, അനുസരിച്ചോളണം. അതല്ലേ വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. വമാ കാന ലിമുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ ഇദാ ഖദല്ലാഹു വറസൂലുഹു അംറൻ അൻ യകൂന ലഹുമുൽ ഖിയറാ. ഒരു സത്യവിശ്വാസിയായ പുരുഷനോ ഒരു സത്യവിശ്വാസിനിയായ പെണ്ണിനോ പാടില്ല തന്നെ. എന്തു പാടില്ല? ഇദാ ഖദല്ലാഹു വറസൂലുഹു അംറൻ, അല്ലാഹും അവന്റെ റസൂലും ഒരു കാര്യം അങ്ങ് വിധിച്ചു കഴിഞ്ഞാൽ, അഥവാ ഇസ്ലാമിന്റെ ഒരു വിഷയം ഇന്നതാണെന്നങ്ങ് വിധി കിട്ടിക്കഴിഞ്ഞാൽ, പിന്നെ ഞാനതിനെ കുറിച്ചൊന്ന് ആലോചിക്കട്ടെ, അത് ഞാനൊന്ന് പരിശോധിക്കട്ടെ, ഞാനൊന്ന് ചിന്തിക്കട്ടെ എന്ന് പറയാൻ ഒരാൾക്കും നിർവാഹമില്ല. അതേ പരിശുദ്ധ ഖുർആനക്കാരും മറ്റൊരു സ്ഥലത്ത് മറ്റൊരു ശൈലിയിൽ പറയുന്നു, ഫലാ വറബ്ബിക ലാ യുഅ്മിനൂന ഹത്താ യുഹക്കിമൂക ഫീമാ ശജറ ബൈനഹും ثم لا يجدوا في أنفسهم حرجا مما قضيت ويسلموا تسليما. നിന്റെ റബ്ബിനെ തന്നെയാണ് സത്യം, അവര് മുഅ്മിനുകളാവുകയില്ല തന്നെ. ഏതുവരെ? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്, അവിടുന്ന് വിധി കൽപ്പിച്ചത് മുഴുവൻ സ്വീകരിക്കുന്നത് വരെ. അല്ലാഹുവിന്റെ റസൂലിലൂടെ നമുക്ക് കിട്ടിയതിൽ ഒരു വിഷമവും ആ കാര്യം അംഗീകരിക്കുന്നതിൽ തോന്നാൻ പാടില്ല. അത് അംഗീകരിക്കാൻ എനിക്ക് നല്ല മനസ്സുണ്ടാകണം, എല്ലാവർക്കും ആ മനസ്സുണ്ടാകണം. ഈ നിലക്ക് പരിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ഒരു നിലക്കുള്ള പ്രയാസവും മനസ്സിൽ തോന്നാതെ ثم لا يجدوا في أنفسهم حرجا مما قضيت ويسلموا تسليما. 100% അതിനോട് മനസ്സ് ഇണങ്ങിക്കോളണം. ഇസ്ലാമിന്റെ ഒരു നിയമം കേട്ടിട്ട് അയ്യേ ആ നിയമം നന്നായില്ല, ഇക്കാലഘട്ടത്തിന് യോജിച്ചതല്ല എന്ന് പറഞ്ഞുകൊണ്ട് അത് അനുസരിക്കുന്നത് കൊണ്ട് കാര്യമില്ല. എന്തൊന്നനുസരിക്കുമ്പോഴും സന്തോഷത്തോടെ അനുസരിച്ചോളണം, നല്ല തൃപ്തിയോടെ അനുസരിച്ചോളണം. ഒരു വിഷമവും മനസ്സാക്ഷിക്കുത്തും തോന്നാതെ എന്റെ റബ്ബെനിക്ക് പഠിപ്പിച്ച് എന്റെ റസൂലിലൂടെ തന്ന ദീന് അത് അംഗീകരിക്കാൻ ഞാൻ 100% സന്നദ്ധനാണ്. ഞാൻ സർവാത്മനാ അത് അനുസരിക്കുന്നു, ഞാൻ അതിന്റെ മുമ്പിൽ കീഴൊതുങ്ങുന്നു. വയുസല്ലിമൂ തസ്ലീമാ, സമ്പൂർണമായ നിലക്കതിനെ അനുസരിച്ചോളണം. ഇതാണ് പ്രിയപ്പെട്ടവരെ ഇസ്ലാം, ഇതാണ് ഇസ്ലാം. ആ ഇസ്ലാമിന്റെ ശരിയായ റൂട്ടിൽ നിന്ന് തടയാനും ഇവിടെ ശക്തികളുണ്ട്. അല്ലാഹു പഠിപ്പിച്ച അവന്റെ റസൂലിലൂടെ പകർന്നു കിട്ടിയ ദീന്, ആ ദീനനുസരിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന പുരുഷനാവട്ടെ സ്ത്രീയാവട്ടെ, അവരെ ആ റൂട്ടിൽ നിന്ന് തെറ്റിച്ചു കൊണ്ടുപോകാൻ ഇബ്ലീസ് പണ്ടേ ശ്രമം തുടങ്ങിയതാണ്. അല്ലാഹുവിന്റെ മുമ്പിൽ വെച്ച് തന്നെ അവന് മുമ്പൊരു പ്രതിജ്ഞ എടുത്തിട്ടുണ്ട്. ലഅഖുദന്ന ലഹും സിറാത്തകൽ മുസ്തഖീം ثم لآتينهم من بين أيديهم ومن خلفهم وعن أيمانهم وعن شمائلهم
വലാ തജിദു അക്സറഹും ശാകിരീൻ. അല്ലാഹു നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ള ആ നേരായ റൂട്ടിൽ അവൻ നിലയുറപ്പിക്കുക തന്നെ ചെയ്യും. ശൈത്താൻ ശരിയായ റൂട്ടിൽ ഇരിപ്പുറപ്പിക്കും. എന്തിന്? ആ റൂട്ടിലേക്ക് കടന്നു വരുന്ന ആളുകളെ അതിൽ നിന്ന് തടയാൻ. അങ്ങനെ അവരുടെ മുന്നിലൂടെ, പിന്നിലൂടെ, അവരുടെ വലതുവശത്തിലൂടെ, ഇടതുവശത്തിലൂടെയൊക്കെ അതാ വസ്വാസുകൾ ഉണ്ടാക്കിയിട്ട്, ദുർബോധനങ്ങൾ നടത്തിയിട്ട് അധിക മനുഷ്യരെയും അള്ള പറഞ്ഞത് കേട്ട് ജീവിക്കുന്നവരാക്കുന്നതിൽ നിന്ന് തടയാൻ എല്ലാ മാർഗങ്ങളും ഇബ്ലീസ് അതാ സ്വീകരിക്കും എന്ന് പരിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നു. ഏതെല്ലാം വിധത്തിൽ അവൻ മാർഗം സ്വീകരിക്കും? നാനാവിധത്തിലും ഇബ്ലീസ് ശ്രമങ്ങൾ നടത്തും. ഖുർആൻ ജനങ്ങൾ പഠിച്ചു പോകരുത്, ഹദീസ് ജനങ്ങൾ കേട്ടുപോകരുത്. കാരണം ഖുർആനും ഹദീസും കേട്ടാൽ നന്നാകുകയില്ലേ? ഖുർആനും ഹദീസും കേട്ടാ ജനങ്ങൾ നന്നായി പോയാലോ? ഇത് ഇബ്ലീസിന് നന്നായിട്ടറിയാം. അതുകൊണ്ട് ഇബ്ലീസ് ഒരുപാട് ശ്രമങ്ങൾ നടത്തും. എന്തിനു വേണ്ടി? ജനങ്ങൾ ഖുർആൻ കേട്ടുപോകാതിരിക്കാൻ, ജനങ്ങൾ ഖുർആൻ പഠിക്കാതിരിക്കാൻ, ജനങ്ങൾ ഹദീസ് പഠിക്കാതിരിക്കാൻ ഓരോ മാർഗങ്ങൾ ശൈത്താൻ ഉണ്ടാക്കി തീർക്കും. ഒരു മാർഗം നമ്മുടെ നാട്ടിലൊക്കെ നിലവിലുള്ളൊരു മാർഗമുണ്ട്. എന്താണ്? ഖുർആൻ പഠിക്കേണ്ടതില്ല, സാധാരണക്കാരത് വെറുതെങ്ങനെ ഓതിയാൽ മതി. ജനങ്ങളോട് ചില മുസ്ലിയാക്കന്മാര് പറയുന്നു, ജനങ്ങളെ നിങ്ങൾ ഖുർആനിന്റെ അർത്ഥം പഠിക്കാനൊന്നും പോകണ്ട. അങ്ങനെ ഖുർആൻ പഠിപ്പിക്കുന്ന ഖുർആൻ ക്ലാസുകള് അത് ഖുർആൻ ക്ലാസ്സിലാക്കുന്ന പരിപാടിയാണെന്ന് പരിഹസിക്കുന്നു. ഖുർആൻ പഠനവേദിയിലേക്ക് പോകണ്ട. കാരണം സാധാരണക്കാരായ ആളുകൾ ഖുർആൻ അവരൊന്നും പഠിക്കേണ്ടതില്ല. ഓതൽ നിർബന്ധമായത് തന്നെ സൂറത്തുൽ ഫാത്തിഹയാണ്. അതാ കേരളക്കരയിലേക്ക് ഒരു മുസ്ലിയാര് പച്ച മലയാളത്തിൽ എഴുതിവിട്ട പുസ്തകത്തിലുണ്ട്. എന്താണ് എഴുതിവിട്ടത്? പരിശുദ്ധ ഖുർആനിൽ നിന്ന് ഒരായത്തിന്റെയും അർത്ഥം പഠിക്കൽ സാധാരണ ജനങ്ങൾക്ക് നിർബന്ധമില്ല. ഓതൽ നിർബന്ധമായത് തന്നെ സൂറത്തുൽ ഫാത്തിഹയാണ്. സൂറത്തുൽ ഫാത്തിഹയുടെ പോലും അർത്ഥം പഠിക്കൽ നിർബന്ധമില്ലെന്ന് മാത്രമല്ല, പ്രത്യേകം സുന്നത്ത് പോലുമില്ല. സൂറത്തുൽ ഫാത്തിഹയുടെ പോലും അർത്ഥം പഠിക്കൽ നിർബന്ധം പോയിട്ട് ഒരു പ്രത്യേക സുന്നത്ത് പോലുമില്ല. ഇസ്ലാമിൽ പ്രിയപ്പെട്ടവരെ, മനുഷ്യൻ അവന്റെ നഖം വളർന്നു കഴിഞ്ഞാൽ നഖം മുറിച്ചാൽ കൂലിയില്ലേ? നഖം മുറിക്കൽ സുന്നത്തല്ലേ? ഒരു നഖം മുറിക്കുന്ന കൂലി പോലും അള്ളാന്റെ പരിശുദ്ധ കിതാബിന്റെ ഒരായത്തിന്റെ അർത്ഥം പഠിച്ചാൽ കിട്ടാനില്ലെങ്കിൽ ഈ നഷ്ടക്കച്ചവടത്തിന് ഏതെങ്കിലും ആണോ പെണ്ണോ തയ്യാറാകുമോ? അത് വിശ്വസിച്ചൊരു മനുഷ്യനെ പിന്നെ ഖുർആൻ പഠിക്കാൻ കിട്ടുമോ? ഹദീസ് പഠിക്കാൻ കിട്ടുമോ? ഇബ്ലീസ് കണക്ക് കൂട്ടി ഇങ്ങനെ അങ്ങ് പഠിപ്പിച്ചു വിട്ടാൽ പിന്നെ ജനങ്ങൾ ഖുർആൻ വെറുതെ ഓതി നിർത്തിക്കോളും. പിന്നെ അവരർത്ഥം പഠിക്കൂല. കാരണം അർത്ഥം പറയാൻ പാടില്ല, അർത്ഥം പഠിച്ചാ പഴച്ചു പോകും എന്ന് പറഞ്ഞ് പേടിപ്പിച്ചു വെച്ചു. അങ്ങനെ ഖുർആൻ പഠിക്കേണ്ടതില്ല. അത് പഠിക്കാൻ ഞങ്ങൾ ഇവിടെയുണ്ട്. ഞങ്ങൾ വലിയ വലിയ നേതാക്കന്മാർ ഞങ്ങൾ പഠിച്ചത് അങ്ങ് പറഞ്ഞു തരുമ്പോ നിങ്ങൾ അതങ്ങ് കേട്ടാ മതി എന്ന പരുവത്തിലേക്ക് ജനങ്ങളെ കൊണ്ട് ചെന്നെത്തിക്കുവാനുള്ള ശ്രമം നമ്മുടെ കേരളത്തിൽ ഒരുപാട് കാലം നടന്നു. പക്ഷേ അതാ ഇസ്ലാഹി പ്രസ്ഥാനം, മുജാഹിദ് പ്രസ്ഥാനം ജനങ്ങളോട് പറഞ്ഞു, ഖുർആൻ കേവലം ഓതി കൂലി നേടാൻ വേണ്ടി മാത്രമല്ല. ഓതിയാലും നമുക്കതിന് കൂലിയുണ്ട്, പക്ഷേ അർത്ഥം അറിയൽ അനിവാര്യമാണ്. പരിശുദ്ധ ഖുർആൻ നമുക്ക് തന്നതെന്തിനാണ് പ്രിയപ്പെട്ടവരെ? എന്റെയും നിങ്ങളുടെയും ഒക്കെ വീടുകളിൽ ഈ കിതാബ് കെട്ടിപ്പൊതിഞ്ഞ് ഭദ്രമായി ഷെൽഫിൽ ഇങ്ങനെ അടുക്കി വെക്കാനുള്ളതാണോ? എന്നിട്ട് റമദാൻ വരുമ്പോൾ മാത്രമൊന്ന് എടുത്ത് ഓതാനുള്ളതാണോ? ഒരിക്കലുമല്ല പ്രിയപ്പെട്ടവരെ. എന്നും നമ്മൾ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കണം. കേവലം ഓത്ത് മാത്രം പോരാ, അതിൽ പറയുന്നത് എന്താണെന്ന് അറിയണം. നമ്മുടെ മുൻഗാമികളായ സ്വഹാബിമാര്, സ്വഹാബാ പെണ്ണുങ്ങൾ, സ്വഹാബാ പുരുഷന്മാര് ഈ ഖുർആൻ ഓതിയപ്പോ കരഞ്ഞിട്ടുണ്ട് ഉമ്മമാരെ, കരഞ്ഞിട്ടുണ്ട് എന്റെ ഉപ്പമാരെ. എങ്ങനെയാണ് അവർക്ക് ഖുർആൻ ഓതിയപ്പോൾ കരച്ചില് വന്നത്? അവരാ ഖുർആനിൽ എന്താ പറയുന്നതെന്ന് അവരുടെ മനസ്സിലേക്ക് വല്ലാതെ ആഴ്ന്നിറങ്ങിയപ്പോൾ
നരകത്തിന്റെ ശിക്ഷയെ പറ്റിയുള്ള ആയത്ത് കേട്ടപ്പോ അന്നത്തെ ഉമ്മമാര് പൊട്ടിക്കരഞ്ഞു, അന്നത്തെ ഉപ്പമാര് പൊട്ടിക്കരഞ്ഞു, അന്നത്തെ ചെറുപ്പക്കാരികളും പൊട്ടിക്കരഞ്ഞു. സ്വർഗത്തെപ്പറ്റി കേട്ടപ്പോൾ അവര് സന്തോഷിച്ചു. അവരുടെ പ്രയാസമുള്ള ഘട്ടങ്ങളിൽ അവര് ഖുർആൻ ഓതിയപ്പോൾ അവരുടെ മനസ്സുകൾക്കത് വല്ലാത്തൊരാശ്വാസം പകർന്നു. ഇങ്ങനെ എന്താണ് ഞാൻ പറയുന്നതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഓതിയാലല്ലേ നമുക്ക് കരയാൻ കഴിയൂ, സന്തോഷിക്കേണ്ടിടത്ത് സന്തോഷിക്കാൻ കഴിയൂ. അതല്ലേ വിശുദ്ധ ഖുർആൻ പറയുന്നത്, കിതാബുൻ അൻസൽനാഹു ഇലൈക മുബാറകുൻ ലിയദബ്ബറു ആയാതിഹി വലിയതദക്കറ ഉലുൽ അൽബാബ്. ഈ ഗ്രന്ഥം നബിയെ താങ്കൾക്ക് അവതരിപ്പിച്ചു തന്നത് കേവലം ഓതി നേടാൻ വേണ്ടിയാണോ? കേവലം ഒരോത്ത് നടത്തിയിട്ട് മടക്കി വെക്കാനാണോ ഈ കിതാബ് തന്നത്? ആണെന്നാണോ ഖുർആൻ പറയുന്നത്? ചിന്തിക്കൂ. എന്റെ ശബ്ദം ശ്രവിക്കുന്ന മുഴുവൻ സഹോദരീ സഹോദരന്മാരും ആലോചിക്ക്. ഞാനും നിങ്ങളും ഓതിക്കൊണ്ടിരിക്കുന്ന ഖുർആനിൽ എന്താ റബ്ബ് പറയുന്നത്? ഈ കിതാബ് ഇറക്കി തന്നത് കേവലം ഓതി അങ്ങ് മടക്കി വെക്കാനാണോ? ഒരിക്കലുമല്ല. എന്തിനാണിത് തന്നത്? ഈ മുബാറക്കായ ബറക്കത്തുറ്റ ഈ ഗ്രന്ഥം തന്നത് ലിയദബ്ബറു ആയാതിഹി, അതിലെ ആയത്തുകൾ അവർ ചിന്തിക്കാനാണ്, പഠിക്കാനാണ്, ഉറ്റാലോചിക്കാനാണ്. അർത്ഥമറിയാതെ എങ്ങനെയാ ചിന്തിക്ക? ഒരായത്തോതിയിട്ട് നമ്മൾ ഇങ്ങനെ ഇരുന്ന് ചിന്തിച്ചാ ശരിയാവോ? നമുക്കതൊന്നും മനസ്സിലായില്ല. നമ്മളിങ്ങനെ ഓതിയിട്ട് ഖുർആൻ ഇങ്ങനെ മുമ്പിൽ വെച്ചിട്ട് എന്ത് ചിന്തിക്കാനാ? അതേ അവസരത്തിൽ ഒരായത്തോതുമ്പോ ആ ആയത്തിൽ എന്താ പറഞ്ഞതെന്നും മനസ്സിലാക്കിയിട്ട് ചിന്തിക്കുമ്പോ നമ്മുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരില്ലേ? പേടിക്കേണ്ട സ്ഥലത്ത് നമുക്ക് പേടി തോന്നില്ലേ ഉമ്മമാരെ? സന്തോഷിക്കേണ്ട സമയത്ത് നമുക്ക് സന്തോഷം തോന്നില്ലേ? ഇങ്ങനെ ഖുർആൻ ഓതുമ്പോഴേ കാര്യമുള്ളൂ. നിങ്ങൾ നോക്കൂ, നമ്മുടെ നേതാവ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധ ഖുർആൻ ഓതുമ്പോ അതാ ഖുർആനിൽ ഇങ്ങനെ അല്ലാഹുവിന്റെ റഹ്മത്തും ബർക്കത്തിനെ പറ്റിയൊക്കെ പറയുന്ന ആയത്തുകളിലൂടെ കടന്നു പോകുമ്പോ ഓത്തവിടെ നിർത്തിവെച്ചിട്ട് അല്ലാഹുവിനോട് ആ റഹ്മത്ത് ചോദിക്കാറുണ്ട്. അദാബിന്റെ ശിക്ഷയുടെ ആയത്തുകളിലൂടെ കടന്നു പോകുമ്പോ ഓത്തവിടെ നിർത്തിവെച്ചിട്ട് ആ ശിക്ഷയിൽ നിന്ന് അള്ളാഹുവിനോട് കാവല് തേടാറുണ്ട്. അങ്ങനെ നമുക്കും കഴിയണ്ടേ പ്രിയപ്പെട്ടവരെ? നമുക്കും അള്ളാന്റെ റഹ്മത്തിനെ തേടണ്ടേ? നമുക്കും അള്ളാന്റെ ശിക്ഷയിൽ നിന്ന് കാവല് ചോദിക്കണ്ടേ ഖുർആൻ ഓതുമ്പോ? അങ്ങനെ നമുക്ക് അള്ളാന്റെ റഹ്മത്തിനെ ചോദിക്കാൻ കഴിയണമെങ്കിൽ റഹ്മത്ത് പറയുന്ന ആയത്താണെന്ന് തിരിയണ്ടേ? അള്ളാന്റെ ശിക്ഷയിൽ നിന്ന് കാവല് ചോദിക്കാൻ നമുക്ക് കഴിയണമെങ്കിൽ അള്ളാന്റെ ശിക്ഷയെ പറ്റിയാണ് ഈ ആയത്തിൽ പറയുന്നതെന്ന് തിരിയണ്ടേ? ഇങ്ങനെ തിരിയാനും പഠിക്കാനും മനസ്സിലാക്കാനും അള്ളാഹ് നമുക്ക് തന്നിട്ടുള്ള ഈ ഗ്രന്ഥം പഠിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് സൂറത്തുൽ ഫാത്തിഹയുടെ പോലും അർത്ഥം പഠിക്കുന്നത് നിർബന്ധമില്ലെന്ന് മാത്രമല്ല, പ്രത്യേകം സുന്നത്ത് പോലുമില്ല എന്ന് പറഞ്ഞാൽ പറഞ്ഞവർ ആരായാലും അവരുടെ സ്ഥിതി എന്താണ്? അവർ ഇസ്ലാമിന്റെ അനുയായികളാണോ? ഇസ്ലാമിന്റെ മിത്രങ്ങളാണോ? അതോ ഇസ്ലാമിന്റെ ശത്രുക്കളാണോ? നിങ്ങൾക്ക് വിട്ടുതരുന്നു. ബുദ്ധിയുള്ളവർ ചിന്തിക്ക, ബുദ്ധിയുള്ളവരാലോചിക്ക്. ഈ പഠിക്കാനുള്ള ഗ്രന്ഥത്തെ പഠിക്കേണ്ടതെന്ന് ആര് പറഞ്ഞാലും അവൻ ഇസ്ലാമിന്റെ ഗുണകാംക്ഷിയല്ല. ഇനി ഒരു മാർഗം ഇബ്ലീസ് ഇങ്ങനെ കണ്ടു. ഇനി ഇബ്ലീസ് വേറൊരു മാർഗം കണ്ടു. അതെന്താ? പിന്നെ ഇബ്ലീസ് കണ്ടൊരു മാർഗം എന്താണ്? ജനങ്ങൾ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടും ഖുർആൻ പഠിക്കാൻ പോകുന്നത് കണ്ടു. ഖുർആൻ പഠിക്കാതിരിക്കാൻ പറഞ്ഞിട്ടും ആളുകൾ ഇങ്ങനെ പോവുക തന്നെയാണ്. മുജാഹിദുകളുടെ ഖുർആൻ ക്ലാസ് കേൾക്കാൻ, വയല് കേൾക്കാൻ, ഖുതുബ കേൾക്കാൻ ആണും പെണ്ണും ഇങ്ങനെ പോകുന്നത് കണ്ടപ്പോ പഠിക്കേണ്ടതില്ല, ഒരു കൂലിയില്ല എന്നൊക്കെ പുസ്തകം എഴുതിയിട്ടും കാര്യമില്ലെന്ന് മനസ്സിലായപ്പോ അതാ അവരൊന്ന് അടവ് മാറ്റിച്ചവിട്ടുന്നു. അവരും തുടങ്ങി ഖുർആൻ ക്ലാസ്, അവരും തുടങ്ങി ഖുർആൻ സ്റ്റഡി സെന്റർ, അവരും തുടങ്ങി ഖുർആൻ പഠന കോഴ്സുകള്, അവരും ഇറക്കി ഖുർആനിന്റെ പരിഭാഷ, അവരും തുടങ്ങി ഖുർആൻ ഓതിയിട്ട് ദിനങ്ങളോളം വയല് പറയൽ. പക്ഷേ ഒരു വ്യത്യാസമുണ്ട്. മുജാഹിദുകൾ ഖുർആൻ ഓതിയിട്ട് അല്ലാഹുവിന്റെ റസൂലും സഹാബത്തും മനസ്സിലാക്കിയതുപോലെ ജനങ്ങളോട് പറയുമ്പോ ഈ കക്ഷി എന്താ ചെയ്യുന്നത്? ഖുർആൻ ഓതിയിട്ട് ഹദീസ് ഓതിയിട്ട് അവരവർക്ക് തോന്നുന്ന പുത്തൻ വാദങ്ങൾ ഖുർആന്റെ പേരിൽ പറയുന്നു, ഹദീസിന്റെ പേരിൽ പറയുന്നു. അങ്ങനെ അള്ളാഹ് പഠിപ്പിക്കാത്ത ആശയങ്ങൾ
റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ലാത്ത ആശയങ്ങൾ അള്ളാന്റെ പേരിൽ അവന്റെ റസൂലിന്റെ പേരിൽ പ്രചരിപ്പിക്കുന്ന ഒരു വിഭാഗവും ലോകത്ത് വന്നപ്പോൾ ശൈത്താന് കാര്യം അപ്പോഴും എളുപ്പമായി. നേർമാർഗത്തിൽ നിന്ന് തടയാൻ അങ്ങനെയും ചില മാർഗങ്ങൾ ഉണ്ടായി. ആയത്തോതുക, എന്നിട്ട് ആയത്തിന്റെ നേരെ വിപരീതം അർത്ഥം വെക്കുക. ഹദീസ് ഓതുക, എന്നിട്ട് ആ ഹദീസിന്റെ ആശയത്തിനെതിര് പറയുക. ഇങ്ങനെയായാൽ അതാ എത്രയോ കക്ഷികൾ ആ വിഷയത്തിൽ പഴച്ചുപോയി, എത്രയോ കക്ഷികൾ ആ വിഷയത്തിൽ തെറ്റിപ്പോയി. എല്ലാവരും പറയുന്നു ആയത്തോതുന്നു, എല്ലാവരും ഹദീസ് ഓതുന്നു, ഞങ്ങൾ എന്ത് ചെയ്യണം എന്ന് പലരും ചോദിക്കുന്നു. ചിന്തിക്കൂ പ്രിയപ്പെട്ടവരെ, അള്ളാന്റെ ആയത്തുകളും അവിടുത്തെ ഹദീസുകളും നബിതങ്ങളുടെ ഹദീസുകളും അത് മനസ്സിലാക്കിയ ഒന്നാമത്തെ തലമുറ സ്വഹാബത്തല്ലേ. ആ സ്വഹാബത്ത് മനസ്സിലാക്കിയതുപോലെ ഇസ്ലാമിനെ മനസ്സിലാക്കലാണ് ശരിയായ മാർഗം. നിങ്ങൾ നോക്കൂ, ചില ആളുകൾ പറയുന്നു അതാ മുജാഹിദുകൾക്ക് അള്ളാഹുവിൽ വിശ്വാസമില്ല, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് മുജാഹിദുകൾ പറയുന്നു എന്നതല്ലാതെ മുജാഹിദിന്റെ അള്ളാഹ്ക്ക് അതാ കൈയുണ്ട്, കണ്ണുണ്ട്, നമ്മെപ്പോലെ കൈയുണ്ട്, അതുപോലെ തന്നെ കാലുണ്ട്, വിരലുണ്ട്. മുജാഹിദിന്റെ അള്ളാഹ് ഇങ്ങനെ കസേരയിൽ വന്നിരിക്കും, മുജാഹിദിന്റെ അള്ളാഹ് ഇങ്ങനെ ഇറങ്ങും കയറും ഫയലൊപ്പെടും, മുജാഹിദിന്റെ അള്ളാഹ്ക്ക് കൊമ്പുണ്ട്, തുമ്പിക്കൈയുണ്ട് എന്ന രൂപത്തിലൊക്കെ പറഞ്ഞിട്ട് ഏതാണ്ട് മുജാഹിദിന്റെ അള്ളാഹ് എന്ന് പറഞ്ഞാൽ ഒരു ഗണപതിയെ പോലെയുണ്ട് എന്നും പറഞ്ഞിട്ട് അതാ തുമ്പിക്കയും 6 കാലും 4 കാലും ഒക്കെയുള്ള ഒരു ജീവിയിലേക്ക് ചൂണ്ടിക്കാണിച്ചു കൊടുത്തുകൊണ്ട് പോലും ഇതാണ് മുജാഹിദിന്റെ അള്ളാഹ്, ഏറെക്കുറെ ഇങ്ങനെയാണ് എന്ന് പോലും പ്രസംഗിക്കുന്ന പുരോഹിതന്മാരില്ലേ. പ്രിയപ്പെട്ടവരെ, എന്ത് തെറ്റാ മുജാഹിദുകൾ ചെയ്തത്? അള്ളാഹിനെ പറ്റി അള്ളാഹുവും അവന്റെ റസൂലും എന്താണോ പറഞ്ഞതെങ്കിൽ അത് വിശ്വസിക്കുന്നു, പറയുന്നു എന്നതല്ലാതെ എന്ത് തെറ്റാ മുജാഹിദുകൾ ചെയ്തത്? അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ചതാ, അള്ളാഹുവിനെ സംബന്ധിച്ച് അവൻ എന്താണ് പറഞ്ഞതെങ്കിൽ അതപ്പടി വിശ്വസിക്കണം. ചില ആളുകൾ പറയുന്നു അല്ലാഹ് കണ്ണില്ലാതെ കാണുന്നവനാണ്, കാതില്ലാതെ കേൾക്കുന്നവനാണ്. കണ്ണില്ലാതെ കാണുന്നവൻ, കാതില്ലാതെ കേൾക്കുന്നവൻ എന്ന് ആരാ പഠിപ്പിച്ചത്? അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അങ്ങനെ പഠിപ്പിച്ചു തന്നിട്ടുണ്ടോ? ഏതായത്തിലാണ് അതുള്ളത്? കണ്ണില്ലാതെ കാണുന്നവൻ എന്ന് അള്ളാഹിനെ പറ്റി ഖുർആനിൽ ഏതായത്തിലാ ഉള്ളത്? ഏത് ഹദീസിലാണ് നബി തങ്ങൾ അത് പരിചയപ്പെടുത്തി തന്നത്? ഇങ്ങനെ ചിന്തിച്ചു നോക്കിയാൽ അള്ളാഹിനെ പറ്റി അള്ളാഹ് പറഞ്ഞത് വിശ്വസിക്കുന്നു മുജാഹിദുകൾ. പരിശുദ്ധ ഖുർആനിൽ അള്ളാഹുവിനെ പറ്റി അവന്റെ കണ്ണ് എന്ന് പറയുന്നുണ്ട്, അവന്റെ കൈകൾ എന്ന് പറയുന്നുണ്ട്. ഹദീസിൽ അള്ളാഹു അതാ എല്ലാ ദിവസവും നമ്മോടടുത്ത ആകാശത്തിലേക്ക് ഇറങ്ങുന്നു എന്ന് പറയുന്നുണ്ട്. പക്ഷേ അതൊന്നും ഈ ലോകത്തുള്ള ഏതെങ്കിലും ഒരു സൃഷ്ടികളുടെ കണ്ണ് പോലെയോ ഏതെങ്കിലും ഒരു സൃഷ്ടികളെ പോലെയാണ് അള്ളാഹ് എന്ന് പറയാനേ പാടില്ല. അള്ളാഹിനെ പറ്റി അള്ളാഹ് എന്ത് പറഞ്ഞോ അപ്പടി വിശ്വസിക്കുക. അങ്ങനെയാ സ്വഹാബത്ത് വിശ്വസിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബിമാർക്കാണ് ക്ലാസ് എടുത്തു കൊടുത്തത്. എന്ത്? യൻസിലു റബ്ബുനാ തബാറക വ തആല ഇലസ് സമാഇദ് ദുനിയാ, നമ്മുടെ റബ്ബദാ നമ്മോടടുത്ത ആകാശത്തിലേക്ക് ഇറങ്ങുന്നു എന്ന് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനോട് പഠിപ്പിച്ചു കൊടുത്തപ്പോൾ ഒരൊറ്റ സ്വഹാബിയും എഴുന്നേറ്റ് നിന്നിട്ട് അതിനെ പരിഹസിച്ചില്ല. എങ്ങനെയായി അള്ളാഹ് ഇറങ്ങുക? ഏത് രാത്രിയിലാണ് ഇറങ്ങുക? അമേരിക്കൻ രാത്രിയിലാണോ ഇന്ത്യൻ രാത്രിയിലാണോ? ഇവരുടെ അള്ളാഹ്ക്ക് ഇറങ്ങലല്ല കറങ്ങലാണ് പണി എന്നൊക്കെ പറഞ്ഞിട്ട് ചിലരൊക്കെ ഇന്ന് പരിഹസിക്കാറില്ലേ? ആ പരിഹാസമൊന്നും സ്വഹാബത്ത് നടത്തിയിട്ടില്ല. അള്ളാഹ് ഇറങ്ങുന്നു എന്ന് പറഞ്ഞപ്പോൾ അത് സ്വഹാബിമാര് അപ്പടി അങ്ങ് വിശ്വസിച്ചു. അതേപോലെ നമ്മളും വിശ്വസിക്കുന്നു. എങ്ങനെയെന്ന് ചോദിക്കാൻ പാടില്ല. ഏതെങ്കിലും ഒരു സൃഷ്ടികളെ പോലെയാണെന്ന് വിശ്വസിക്കാനും പാടില്ല. അല്ലാഹുവിന് തുല്യനായി ഒരാളും തന്നെ ഇല്ലല്ലോ. വലം യകുൽ ലഹു കുഫുവൻ അഹദ്, അവന് തുല്യനായി ഒരാളും തന്നെ ഇല്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നങ്ങ് പറഞ്ഞു കഴിഞ്ഞാൽ അതിനോട് 100% കൂറു പുലർത്തുന്ന മുസ്ലിം ആ ഇലാഹായ അല്ലാഹുവിനെ സംബന്ധിച്ച് ഇലാഹായ അല്ലാഹ് എന്തൊക്കെ പരിചയപ്പെടുത്തി തന്നിട്ടുണ്ടോ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തൊക്കെ പരിചയപ്പെടുത്തി തന്നിട്ടുണ്ടോ അതൊക്കെ അപ്പടി അങ്ങ് വിശ്വസിച്ചോളണം.
അതല്ലേ ഞാൻ നിങ്ങളെ തുടക്കത്തിൽ തന്നെ കേൾപ്പിച്ചത്? അള്ളയും റസൂലും പഠിപ്പിച്ചതിൽ പിന്നെ സംശയിക്കുന്നവൻ മുസ്ലിമാണോ? അതെനിക്കങ്ങനെ ഉൾക്കൊള്ളാൻ കഴിയൂല. എങ്ങനെ അള്ളങ്ങട്ട് ഇറങ്ങുക, എങ്ങനെ അള്ളാടെ കയ്യ്, എങ്ങനെ അള്ളാടെ കണ്ണ് എന്നൊന്നും ചോദിക്കാനേ പാടില്ല. അള്ളാഹിനെ പറ്റി അള്ള എന്ത് പറഞ്ഞോ അത് അപ്പടി അങ്ങ് വിശ്വസിക്കുക. അതാണ് ഇസ്ലാഹി പ്രസ്ഥാനം ചെയ്യുന്നത്. അതല്ലാതെ ഈ ലോകത്തുള്ള ഏതെങ്കിലും ഒരു സൃഷ്ടികളെ പോലെയാണ് അള്ളാഹു എന്ന് വിശ്വസിച്ചാൽ അത് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന വിശ്വാസമാണ്. അപ്പൊ സഹോദരങ്ങളെ, പരിശുദ്ധമായ ഖുർആൻ ഓതിയിട്ട് ആ ഖുർആനിൽ പറഞ്ഞ ആശയങ്ങളെ നിഷേധിച്ചാൽ അതും ഖുർആനിന്റെ മാർഗത്തിൽ നിന്ന് തെറ്റിപ്പോകൽ തന്നെയാണ്. ഇതും നമ്മുടെ മനസ്സിൽ വേണം പ്രിയപ്പെട്ടവരെ. അതേ അവസരത്തിൽ നിങ്ങൾ നോക്കൂ, മൂന്നാമതും ശൈത്താൻ ഒരു മാർഗം കണ്ടുപിടിച്ചു. അതെന്താണ്? ശൈത്താൻ ഈ ജനങ്ങളെ നേർമാർഗത്തിൽ നിന്ന് തടയാൻ മറ്റൊരു മാർഗവും കണ്ടുപിടിച്ചു. അതെന്താ? സ്വന്തമായി ഓരോ കാലഘട്ടത്തിൽ ഓരോരുത്തരോരോ കിതാബം എഴുതിയുണ്ടാക്കും. എഴുതിയുണ്ടാക്കിയിട്ട് അവര് പറയുമെന്ത്? ഇതൊക്കെ അള്ളാന്റെ നിയമം തന്നെയാണ്, ഞങ്ങൾ ഈ പറയുന്നതൊക്കെ അള്ള പഠിപ്പിച്ചു തന്നതാണ് എന്നും പറഞ്ഞിട്ട് അവരുടെ കൈകൾ കൊണ്ട് എഴുതിയുണ്ടാക്കിയ പുസ്തകങ്ങളിലുള്ളതും അള്ള പറഞ്ഞത് തന്നെയാണ്, റസൂല് പറഞ്ഞത് തന്നെയാണെന്ന് വരുത്തി തീർക്കും. എന്നിട്ട് ആ പുസ്തകങ്ങൾ വിൽപ്പന നടത്തും. എന്നിട്ട് അതിലൂടെ അവർ തുച്ഛമായ കാശുണ്ടാക്കും. അള്ളാന്റെ ഏറ്റവും വലിയ അനുഗ്രഹമായ സ്വർഗത്തെ അപേക്ഷിച്ചു നോക്കുമ്പോ ഈ ലോകത്ത് എത്ര കാശ് നേടിയാലും അതൊക്കെ തുച്ഛമായ കാശല്ലേ? അതാ ജൂതന്മാർക്ക് ആ പരിപാടി ഉണ്ടായിരുന്നു. ഏതാ ഈ ജൂതന്മാര്? ഏതാ പ്രിയപ്പെട്ടവരെ ഈ ജൂതന്മാരും നസറാനികളും? ഞാനും നിങ്ങളും ഖുർആൻ ഓതുമ്പോ സൂറത്തുൽ ഫാത്തിഹയിലൂടെ നമ്മുടെ നമസ്കാരത്തിലതാ നിർബന്ധമായും 17 തവണ നമ്മൾ അല്ലാഹുവിനോട് ഒരു വിഭാഗത്തിൽ നീ ഞങ്ങളെ പെടുത്തരുതേ അല്ലാ എന്ന് അല്ലാഹുവിനോട് നമ്മൾ തേടുന്നുണ്ട്. ആ കൂട്ടരാണ് യഹൂദി, ആ കൂട്ടരാണ് നസറാനി. യഹൂദി മാർഗത്തിൽ പെടുത്തല്ല റബ്ബേ, നസറാനി മാർഗത്തിൽ പെടുത്തല്ല റബ്ബേ, അംബിയാ ഉലിയാ ശുഹദാ സിദ്ദീഖീങ്ങളുടെ മാർഗത്തിൽ ചേർക്കണേ അല്ലാ, യഹൂദി നസറാനികളുടെ മാർഗത്തിൽ പെടുത്തല്ലേ അല്ലാ നമ്മൾ തേടുന്നുണ്ട് റബ്ബിനോട്. അങ്ങനെ നമ്മൾ ഏതൊരു കൂട്ടരിൽ നിന്ന് അള്ളാഹിനോട് കാവൽ ചോദിക്കുന്നുവോ, അങ്ങനെ കാവൽ ചോദിക്കുന്ന യഹൂദിക്ക് അള്ളാന്റെ ശാപമുണ്ടാകാൻ ഒരു കാരണമുണ്ട്, പല കാരണങ്ങളുണ്ട്. അതിൽപ്പെട്ട ഒരു കാരണമാണെന്ത്? ഫവൈലുൽ ലില്ലദീന യക്തുബൂനൽ കിതാബ ബിഐദീഹിം സുമ്മ യഖൂലൂന ഹദാ മിൻ ഇൻദില്ലാഹ് ലിയശ്തറൂ ബിഹി സമനൻ ഖലീലാ ഫവൈലുൽ ലഹും മിമ്മാ കതബത് ഐദീഹിം വവൈലുൽ ലഹും മിമ്മാ യക്സിബൂൻ. ആ ജൂതന്മാരെന്തു ചെയ്തു? അവരിലെ പുരോഹിതന്മാര്, അവരിലതാ ഒരു കൂട്ടം ആളുകൾ അവരുടെ കൈകൾ കൊണ്ട് കിതാബുകൾ എഴുതിയുണ്ടാക്കി. കിതാബുകൾ അവരുടെ സ്വന്തം കൈകൾ കൊണ്ട് എഴുതിയുണ്ടാക്കിയിട്ട് സുമ്മ യഖൂലൂന, ശരിക്ക് ശ്രദ്ധിച്ചോളണം എന്റെ പ്രിയപ്പെട്ടവരെ, ജൂതപാതിരിമാരെന്താ ചെയ്തത്? അവരുടെ കൈകൾ കൊണ്ട് ചില കിതാബുകൾ എഴുതിയുണ്ടാക്കി. എന്നിട്ട് അവരവകാശപ്പെട്ടു ഹാദാ മിൻ ഇൻദില്ലാഹ്, ഇത് അള്ളാന്റെ പക്കൽ നിന്നുള്ളതാണ്, ഞങ്ങൾ എഴുതിയതാണെങ്കിലും ഇത് അള്ളാന്റെ കിതാബാണ്. എന്തിനാ അവരങ്ങനെ പറഞ്ഞത്? ലിയശ്തറൂ ബിഹി സമനൻ ഖലീലാ, തുച്ഛമായ വിലക്കത് വിൽപ്പന നടത്താൻ വേണ്ടി. എന്നിട്ട് ആ പ്രവൃത്തിയെ പറ്റി അല്ലാഹ് എന്താ പറയുന്നത്? ഫവൈലുൽ ലഹും മിമ്മാ കതബത് ഐദീഹിം, അവരുടെ കൈകൾ കൊണ്ട് എഴുതി ഉണ്ടാക്കിയതിനാൽ അവർക്ക് നാശം. വവൈലുൽ ലഹും മിമ്മാ യക്സിബൂൻ, അതിലൂടെ അവർ നേടിയ സമ്പാദ്യ കാരണവും അവർക്ക് നാശം. അങ്ങനെ നാശമാണ്, ശാപമാണെന്നല്ല പറഞ്ഞ അതേ പ്രവൃത്തിയതാ ഇന്നും അതേ ചില ആളുകൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവര് സ്വന്തമായിട്ട് എഴുതി ഉണ്ടാക്കും. ഓരോന്നിനും അവരോരോ പ്രതിവിധി പറയും. അത് അല്ലാഹ് പറഞ്ഞതാണോ റസൂല് പറഞ്ഞതാണോ? ഒരിക്കലും അല്ല. അവര് തന്നെ അങ്ങ് എഴുതി ഉണ്ടാക്കുകയാണ്, അവര് തന്നെ വിൽപ്പന നടത്തുകയാണ്. അല്ലാഹ് പഠിപ്പിച്ച നിയമങ്ങളല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച നിയമങ്ങളല്ല, അവര് തന്നെ ഉണ്ടാക്കിയിട്ടത് അല്ലാഹ് പറഞ്ഞതാണ്, റസൂല് പറഞ്ഞതാണെന്ന രൂപത്തിൽ പ്രചരിപ്പിക്കുന്നു. സഹോദരങ്ങളെ, പറഞ്ഞു വന്നത് ഇസ്ലാമികമായ
ശരിയായ റൂട്ടിൽ നിന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുവാനും ആ മാർഗത്തിൽ നിന്ന് ജനങ്ങളെ വഴിതിരിച്ചു വിടുവാനും ശൈത്താൻ സ്വീകരിക്കുന്ന ഒട്ടേറെ മാർഗങ്ങളുണ്ട് എന്നതാണ്. അതിനൊരു ഉദാഹരണമാണ് പറഞ്ഞത്. മുൻപ് കാലഘട്ടത്തിൽ ജൂതന്മാർ അവരുടെ സ്വന്തം കൈകൾ കൊണ്ട്, അവരിലെ പണ്ഡിതന്മാരെന്ന് പറയുന്ന ആളുകൾ സ്വന്തം കൈകൾ കൊണ്ട് എഴുതിയുണ്ടാക്കി അത് അള്ളാന്റെ അടുക്കൽ നിന്നുള്ളതാണെന്ന് അവകാശപ്പെട്ട് വിൽപ്പന നടത്തി ജനങ്ങളെ പഴപ്പിച്ചു. ആ രൂപത്തിൽ ഇന്നുമതാ പലരും സ്വന്തം കൈകൾ കൊണ്ട് പലതും എഴുതിയുണ്ടാക്കിയിട്ട് ഖുർആൻ പോലും പഠിക്കണ്ട, അതിന്റെ അർത്ഥം പഠിക്കൽ പുണ്യമല്ല എന്ന് പറയുകയും അവരെഴുതിയുണ്ടാക്കിയിട്ടുള്ളത് പഠിക്കാൻ ചില പ്രത്യേകമായ പുണ്യങ്ങളും മര്യാദകളും ഒക്കെ പറയുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞത് മറന്നിട്ടില്ലെന്ന് തോന്നുന്നു. ഞാൻ സൂചിപ്പിച്ചില്ലേ, ഖുർആനിൽ നിന്നൊരായത്തിന്റെയും അർത്ഥം പഠിക്കൽ നിർബന്ധമില്ലെന്ന് മാത്രമല്ല സുന്നത്ത് പോലുമില്ല എന്ന് പറഞ്ഞ ആളുകൾ അവരുടെ കൈകൾ കൊണ്ട് ചില പുസ്തകങ്ങളൊക്കെ എഴുതിയുണ്ടാക്കിയിട്ട് അത് പഠിക്കാനും അതിന്റെ അർത്ഥം പറയാനും അത് ബൈഹാർട്ടാക്കാനും അത് ചൊല്ലണമെങ്കിൽ പ്രത്യേകമായ നിബന്ധനകൾ വേണമെന്നുമൊക്കെ പറഞ്ഞ് ജനങ്ങളെ ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും അകറ്റുന്ന ഖേദകരമായ കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ നോക്കൂ, എന്റെ കയ്യിലുള്ള ഈ പുസ്തകം ഖസീദത്തുൽ ബുർദയാണ്. ബുർദ ഇന്ന് പലരും ബുർദ ആസ്വദിക്കുകയാണ്. പലരും ബുർദ സദസ്സുകൾ സംഘടിപ്പിക്കുകയാണ്. ബുർദ ചൊല്ലണമെങ്കിൽ, ബുർദ ഓതിയിട്ട് കാര്യം കിട്ടണമെങ്കിൽ ഈ പുസ്തകത്തിൽ പ്രിയപ്പെട്ടവരെ ചില ഷർത്തുകൾ പറയുന്നുണ്ട്. ഷർത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഷർത്ത് ഒത്തിട്ടില്ലെങ്കിൽ കാര്യമല്ല. ഉളു ഷർത്താണല്ലോ നമസ്കാരം ശരിയാകണമെങ്കിൽ. എന്ന് പറഞ്ഞാൽ ഉളു എടുക്കാതെ നിസ്കരിച്ചാൽ നിസ്കാരം ശരിയാവൂല എന്നർത്ഥം. ഇതുപോലെ ഇത് പാരായണം ചെയ്യണമെങ്കിൽ, ബുർദ ചൊല്ലണമെങ്കിൽ ചില മര്യാദകൾ ഈ പുസ്തകക്കാരൻ അവകാശപ്പെടുന്നു. എന്തൊക്കെയാണ് ആ മര്യാദകൾ? കേട്ടോളൂ, നിങ്ങളിത് ശ്രദ്ധിക്കൂ, ശരിക്ക് ശ്രദ്ധിച്ചോ. ഖുർആനാണ് പഠിക്കാൻ പാടില്ലാത്തത്, ഖുർആനാ വേണ്ടാത്തത്. അതേ അവസരത്തിൽ ഇങ്ങനെയുള്ളതിനൊക്കെ വലിയ മാർക്കറ്റ് ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. ഒന്നാമത്തെ നിബന്ധന, ബുർദ പാരായണം ചെയ്യുന്ന ആൾക്ക് ഉളു ഉണ്ടായിരിക്കുക. ഈ ബുർദ ഇതിങ്ങനെ പാരായണം ചെയ്യുന്നയാൾക്ക് എന്ത് വേണം? ഒന്നാമത്തെ ഷർത്ത് ഉളു വേണം. 2, ചൊല്ലുന്നവർ കിബിലാക്ക് മുന്നിടുക. ഖുർആൻ പഠിക്കേണ്ടതില്ല, അർത്ഥം പഠിക്കേണ്ടതില്ല, ഒരു കൂലിയില്ല എന്ന് പറയുന്ന കൗമാണ് പറയുന്നത്, നിങ്ങൾ ബുർദ ചൊല്ലിക്കോ, നിങ്ങൾ ബുർദ പാടിക്കോ, നിങ്ങൾ ബുർദ പഠിച്ചോ. കേവലം ഒരു പാട്ട് പോലെ പാടിയാ പോരാ. ഉളു എടുക്കൽ ഷർത്താണ്, ഉളു എടുക്കൽ നിർബന്ധാണ്. കിബിലയുടെ നേരെ തിരിഞ്ഞിരിക്കണം. തീർന്നില്ല, 10 ഷർത്താ പറയുന്നത് ബുർദ ചൊല്ലണമെങ്കിൽ. മൂന്നാമത്തതെന്താ? വാചകങ്ങളും വ്യാകരണവും ശരിയാക്കുന്നതിൽ കണിശതയുണ്ടായിരിക്കുക. ഇതിലെ ഓരോന്നും ചൊല്ലുമ്പോ തെറ്റുണ്ടാകരുത്, ഗ്രാമർ മിസ്റ്റേക്ക് ഒന്നും ഉണ്ടാവാതെ ചൊല്ലണം. 4ാമത്തെ ഷർത്ത് കേട്ടോ, പാരായണം ചെയ്യുന്നവൻ അതിന്റെ അർത്ഥം അറിഞ്ഞിരിക്കുക. ബുർദ പാരായണം ചെയ്യുന്നവൻ അതിന്റെ അർത്ഥം അറിഞ്ഞിരിക്കൽ നിർബന്ധം. ഏതാണ്? ഏതോ ഒരാൾ എഴുതിയുണ്ടാക്കിയ ചില പാട്ട് പാടുന്നവന് ഉളു വേണം, കിബിലാക്ക് മുന്നിടണം, അർത്ഥം അറിഞ്ഞിരിക്കലും നിർബന്ധം. അള്ള ഇറക്കിയ ഖുർആനോ അതിന്റെ അർത്ഥം പഠിക്കുന്നത് നിർബന്ധം പോയിട്ട് അതിലെ നിർബന്ധമായും നമ്മൾ എല്ലാ ദിവസവും ഓതേണ്ടുന്ന സൂറത്തുൽ ഫാത്തിഹയുടേത് പോലും അർത്ഥം പഠിക്കൽ നിർബന്ധം പോയിട്ട് ഒരു സുന്നത്ത് പോലുമില്ല എന്ന് എഴുതിവിട്ട വിഭാഗമാണ് പറയുന്നത് ബുർദയോദനമെങ്കിൽ ഉളു നിർബന്ധം, ഖിബിലാക്ക് മുന്നിടൽ നിർബന്ധം, അതിലെ വാചകങ്ങൾ ശരിയായി കണിശതയോടെ പാരായണം ചെയ്യണം, പാരായണം ചെയ്യുന്നവന് അതിന്റെ അർത്ഥം അറിയണം. 5ാമത്തെ ഷർത്ത്, പദ്യരൂപത്തിൽ തന്നെ പാരായണം ചെയ്യണം, പദ്യമായിട്ട് തന്നെ പാരായണം ചെയ്യണം. 6ാമത്തെ ഷർത്ത്, മനഃപ്പാഠമുണ്ടായിരിക്കുക, ഹിഫ്ളാക്കണം, ബൈഹാർട്ടാക്കണം ബുർദ. 7, പാരായണം ചെയ്യുന്നവൻ അർഹരിൽ നിന്നും അനുവാദം വാങ്ങണം. 8, ബുർദ പാരായണം നബിതങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലിക്കൊണ്ടായിരിക്കണം. 9, ഇമാം ബൂസീരി ചൊല്ലിയ മൗലായ എന്ന സ്വലാത്ത് തന്നെ ചൊല്ലണം. 10, ഓരോ ബൈത്തിന് ശേഷവും മേൽ പറഞ്ഞ സ്വലാത്ത് ആവർത്തിക്കണം. ഇങ്ങനെ
ഈ രൂപത്തിലായാലേ കാര്യമുള്ളൂ. ഇനി കേട്ടോ, ഇന്ന് പലരും രോഗശമനത്തിനും ഉദ്ദിഷ്ട കാര്യം സഫലമാകുന്നതിനും ബുറുദ നിർദ്ദേശിക്കാറുണ്ടെങ്കിലും ഇപ്പറഞ്ഞ നിബന്ധനകൾ പാലിക്കണമെന്ന് നിഷ്കർഷിക്കാറില്ല. കണ്ടോ? അപ്പൊ ഇതൊക്കെ നിബന്ധനയാണ്. ഇതാ ഞാൻ പറഞ്ഞത്, അള്ളാന്റെ കിതാബിന് വിലയില്ല. അള്ളാന്റെ കിതാബ് പഠിച്ചോളണമെന്നില്ല. അള്ളാന്റെ കിതാബ് പാരായണം ചെയ്യുമ്പോ അർത്ഥറിഞ്ഞോളണമെന്നില്ല. അള്ളാന്റെ കിതാബ് അത്ര ബൈഹാട്ടാക്കിക്കൊള്ളണമെന്നില്ല. ഇതോ ഇവരെഴുതിയുണ്ടാക്കിയ, കൈകൾ കൊണ്ട് എഴുതിയുണ്ടാക്കിയിട്ട് ഇതൊക്കെ അള്ള പഠിപ്പിച്ചതാണെന്ന് പറഞ്ഞ് പുറത്തിറക്കിയിട്ട് അത് പാരായണം ചെയ്യണമെങ്കിൽ ഒതു നിർബന്ധം, കിബിലാക്ക് നേരെ തിരിയൽ നിർബന്ധം, അർത്ഥമറിയൽ നിർബന്ധം, മനപ്പാടമാക്കൽ നിർബന്ധം, പദ്യത്തിൽ തന്നെ ചൊല്ലൽ നിർബന്ധം. എന്തൊക്കെ നിബന്ധനകളാണ്! ആരാണിവർ നിബന്ധനകൾ നിശ്ചയിക്കാൻ? പ്രിയമുള്ളവരെ, ബുദ്ധിയുള്ളവരെ, തന്റെ ഇടമുള്ളവരെ, നിഷ്പക്ഷമായി കാര്യങ്ങൾ നിങ്ങൾ വിലയിരുത്തുക. നമുക്ക് വേണ്ടത് ഇതുപോലെയുള്ളവയല്ല. നമുക്ക് വേണ്ടത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ റസൂലിലൂടെ നമുക്ക് പഠിപ്പിച്ചു തന്ന ഇസ്ലാമികമായ ആദർശങ്ങൾക്ക് യോജിക്കുന്നതല്ലാത്ത ഒരൊറ്റ കിതാബും നമുക്ക് വേണ്ട. ഇതാണ് മുസ്ലിമിന്റെ നയം, പ്രിയപ്പെട്ടവരെ. അതുപോലെ ഇനി നിങ്ങൾക്ക് വേറൊന്ന് കാണണോ? ചില ആളുകളതാ, അവര് TV അവതാരകന്മാരാണിപ്പോൾ. TV-യിലൂടെ ഇങ്ങനെ കുടുംബങ്ങളെ സ്വാധീനിക്കാൻ ശ്രമം നടത്തുകയാണ്. എന്നിട്ടവര് എന്ത് പ്രശ്നത്തിനും അവരുടെ കയ്യിൽ പരിഹാരമുണ്ട്. അങ്ങനെ അവര് മൻസിലുകളാണ്, മഫാസുകളാണ്. എല്ലാവർക്കും ഒറ്റമൂലി. എന്താ മൻസില്? എന്തിനും ഒറ്റമൂലിയാണിതിൽ. ആര് പറഞ്ഞതാ? അല്ല പറഞ്ഞതാണോ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണോ? അല്ല, മൂപ്പർക്ക് തോന്നിയത് എഴുതിയിരിക്കുകയാണ്. ഏതിനൊക്കെ ഇതിൽ പരിഹാരമുണ്ട്? കേട്ടോളൂ ഒരു ഉദാഹരണം കേട്ടോളൂ. ഇന്ന് TV-യിലൂടെ പരിപാടി അവതരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മൗലവി, അയാൾ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒറ്റമൂലികകൾ ഒന്ന് നിങ്ങൾ കേൾക്കണം. ഈ അപകടത്തിൽ പെട്ടുപോകരുത്. ഈ അന്ധവിശ്വാസങ്ങളിൽ നിന്ന് സമുദായം രക്ഷപ്പെടണം. ഈ രൂപത്തിൽ ഇസ്ലാമിനെ വികലമാക്കുന്നവരിൽ നിന്ന് സമൂഹമേ ഉണരണം. നിങ്ങൾ കേട്ടോ, ഇതിൽ ഒരു കാര്യത്തിന് പല കാര്യങ്ങൾ ഇതിൽ പറയുകയാണ്. ഇതിൽ ഒരു കാര്യം പറയുന്നത് എന്താണ്? ആളുകളെ സ്വാധീനിക്കുവാൻ, പാട്ടിലാക്കാൻ എന്താ മാർഗം എന്ന് പറയാണ്. ആളുകളെ പാട്ടിലാക്കാൻ എന്താണ് മാർഗം? കേട്ടോളൂ. സൂറത്തുൽ ഫാത്തിഹ 21 പ്രാവശ്യം സുറുമയിൽ ഊതി ആ സുറുമ കൊണ്ട് കണ്ണെഴുതി ആരെങ്കിലും കാണാൻ ചെന്നാൽ ആ വ്യക്തിയിൽ നമുക്ക് സ്വാധീനവും മേൽക്കോയ്മയും ലഭിക്കുന്നതാണ്. നിങ്ങളൊരാളെ കാണാൻ പോകുമ്പോ അയാൾക്ക് നിങ്ങളെ ഇഷ്ടപ്പെടണം, നിങ്ങൾക്ക് അയാളെ വലയിലാക്കണം, നിങ്ങൾക്ക് അയാളിൽ സ്വാധീനമുണ്ടാകണം, നിങ്ങൾക്ക് അയാളെ പാട്ടിലാക്കണം. അതിനുള്ള ഒറ്റമൂലി എന്താ? ഈ ഗഫാർ മൗലവി എന്ന് പറയുന്ന മനുഷ്യൻ, ഇസ്ലാമിനെ പൊളിക്കാൻ വേണ്ടി നടക്കുന്ന ഈ മനുഷ്യൻ എന്താണ് TV-യിലൂടെയും അല്ലാത്തിടത്തുമൊക്കെ പറയുകയും എഴുതുകയും ചെയ്യുന്നത് കേട്ടോ. സൂറത്തുൽ ഫാത്തിഹ 21 പ്രാവശ്യം സൂറത്തുൽ ഫാത്തിഹ ഓതുക. എന്നിട്ട് എവിടെയാ ഓതേണ്ടത്? സുറുമയിൽ ഓതിയിട്ട് ഊതുക. ആ സുറുമ കൊണ്ട് കണ്ണെഴുതുക. എന്നിട്ട് ആരെങ്കിലും കാണാൻ ചെല്ലുക. എന്നാൽ അയാളെ പെട്ടെന്ന് പാട്ടിലാക്കാനാണ്. ആര് പറഞ്ഞു താങ്കൾക്ക് ഇത്? ആര് പറഞ്ഞു തന്നു? ഇതാ പറഞ്ഞത്. സ്വന്തം കൈകൊണ്ട് കിതാബ് എഴുതി ഉണ്ടാക്കുക. എന്നിട്ട് പറയാ അതൊക്കെ അള്ള പറഞ്ഞതാണ്, ഖുർആനും ഹദീസും ആണെന്ന് പറഞ്ഞിട്ട് അത് പ്രചരിപ്പിക്കുന്നത്. അള്ള പറഞ്ഞതാണെന്ന് പറയാ, വിൽപ്പന നടത്തുക. നിങ്ങൾക്ക് VPP തപ്പാലിൽ കിട്ടാൻ ഇത്ര പൈസ അയക്കുക, മണി ഓർഡർ അയക്കുക എന്നൊക്കെ പറഞ്ഞ് പുസ്തക കച്ചവടം നടത്തിയിട്ട് ജനങ്ങളുടെ ഈമാനിനെയും അവരുടെ ശരിയായ ഇസ്ലാമികമായ ധാരണകളെയും വികലമാക്കുന്ന ഇത്തരത്തിലുള്ള കക്ഷികളെ സംബന്ധിച്ച് പ്രിയപ്പെട്ടവരെ, ഈ സമുദായത്തോട് മുന്നറിയിപ്പ് നൽകേണ്ടത് നിർബന്ധവും അനിവാര്യവുമായതുകൊണ്ടാണ് ഈ സംഗതി എന്റെ ശ്രോതാക്കളുടെ മുമ്പാകെ പറയുന്നത്. ഒരു ഉദാഹരണമാണ് നിങ്ങളെ കേൾപ്പിച്ചത്. ഇനി അടുത്തത് കേട്ടോ. ഇനി എന്താ അടുത്തത്? കേട്ടോളൂ, ശരിക്ക് ശ്രദ്ധിച്ചോ. എന്താ പറയുന്നത്? സാമ്പത്തികമായ അഭിവൃദ്ധിക്ക് മനസ്സ് കവരാൻ എന്തൊക്കെ ചെയ്യണമെന്ന് കേട്ടോളിൻ. ഇതേപോലെ തന്നെ മറ്റൊരു ഉദാഹരണം. ആരുടെയെങ്കിലും മനസ്സിൽ നമ്മളോട് സ്നേഹം ഉണ്ടാകുവാനും അവർ നമുക്കെതിരെ തിരിയാതിരിക്കുവാനും അവരുടെ ഹൃദയത്തിൽ നമ്മെക്കുറിച്ച് അലിവും അനുകമ്പയും കാരുണ്യവും ഒക്കെ ഉണ്ടാകുവാനും
താഴെ പറയുന്നത് പോലെ അനുഷ്ഠിക്കുക. ഭർത്താവിന്റെ സ്നേഹവും പരിചരണവും കൊതിക്കുന്ന ഭാര്യമാരും മക്കളിൽ നിന്ന് അനുകമ്പയും സഹായവും പ്രതീക്ഷിക്കുന്ന മാതാപിതാക്കളും മേലധികാരിയിൽ നിന്ന് സൗമനസ്യവും അരിവും ആഗ്രഹിക്കുന്ന കീഴ് ജീവനക്കാരും എല്ലാവർക്കും മൂപ്പർക്ക് പരിഹാരം പറഞ്ഞു കൊടുക്കാണ്ട് എല്ലാവരെയും പാട്ടിലാക്കുക. അവരൊക്കെ പാട്ടിലാക്കാൻ എന്താ ചെയ്യേണ്ടത്? കേട്ടോളൂ. സൂറത്തുൽ ഫാത്തിഹയിലെ ഓരോ ആയത്തുകളും താഴെ പറയുന്ന ദിവസങ്ങളിൽ താഴെ കൊടുക്കുന്ന എണ്ണത്തിൽ ഓതി ദുആ ചെയ്യുക. ഞായർ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ 616. ഞായറാഴ്ച അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ മാത്രം 616 വട്ടം ഓതുക. തിങ്കൾ റഹ്മാനിർ റഹീം 619 വട്ടം. ചൊവ്വ മാലിക് യൗമിദ്ദീൻ 212 വട്ടം. ബുധൻ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ 856 856. വ്യാഴം ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം 1073 വട്ടം. വെള്ളി സിറാത്തൽ ലദീന അൻഅംത അലൈഹിം 1837 വട്ടം. ഇനി ശനി ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ 4233 വട്ടം. ഇങ്ങനെയൊക്കെയാണ് ചെല്ലേണ്ടത്. മനുഷ്യ, നിങ്ങൾ എന്തിനാണ് ഇസ്ലാമിനെ ഇങ്ങനെ വികലമാക്കുന്നത്? സൂറത്തുൽ ഫാത്തിഹയ്ക്ക് ഒരു തകരാറില്ല. പക്ഷേ ഞായറാഴ്ച 616 അൽഹംദു, തിങ്കളാഴ്ച 619 റഹ്മാനിർ റഹീം, ചൊവ്വാഴ്ച 212 മാലിക് യൗമിദ്ദീൻ, ബുധനാഴ്ച 856 ഇയ്യാക നഅ്ബുദു, വ്യാഴാഴ്ച 1073 ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, വെള്ളിയാഴ്ച 1837 വട്ടം ഒരു സിറാത്തൽ ലദീന അൻഅംത അലൈഹിം, ശനിയാഴ്ച 4233 വട്ടം ഗൈറുൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. എന്നാ പിന്നെ തെറ്റിപ്പോയ ഭർത്താവ് മടങ്ങി വരും, കുട്ടികൾക്ക് നമ്മളോട് സ്നേഹം ഉണ്ടാവും. ഭരണാധികാരി വില്ലേജ് ഓഫീസിൽ പോകുമ്പോൾ ഇത് ചെല്ലുക, വേഗം ഒപ്പിട്ട് കിട്ടും. മുഖ്യമന്ത്രിയുടെ അടുത്തേക്ക് പോകുമ്പോൾ ഇത് ചെല്ലുക, വേഗം പാട്ടിലാക്കുക. ഈ രൂപത്തിൽ എല്ലാവരുടെയും മുമ്പിൽ ഇതൊക്കെയാണ് ഇസ്ലാം എന്ന് പ്രചരിപ്പിച്ചാൽ, പ്രിയമുള്ളവരെ, ഇയാൾക്ക് എവിടെ നിന്ന് കിട്ടി ഈ എണ്ണങ്ങൾ, ഈ അക്കങ്ങൾ, ഈ സംഖ്യകൾ, ഈ നിയമങ്ങൾ? ആര് പഠിപ്പിച്ചു? മൂപ്പരുടെ സ്വന്തം പോക്കറ്റിൽ നിന്നുണ്ടായത്. ഇതാ പറയുന്നത്, ഇസ്ലാം അവരവർക്ക് തോന്നിയതുപോലെ പറയാനുള്ള മതമല്ല. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിലൂടെ ഈ സമുദായത്തിന് കിട്ടാത്തതൊന്ന് ദീനായിട്ട് നമുക്ക് വേണ്ട. നിങ്ങൾ ആലോചിക്കണം. ഇത് വായിക്കുകയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, എത്രയോ ഇനിയും വായിക്കാനുണ്ട്. ഞാൻ ഇപ്പോൾ അങ്ങോട്ട് നീങ്ങുന്നില്ല. ഏതാനും ഉദാഹരണങ്ങൾ പറഞ്ഞുവെന്നേയുള്ളൂ. അപ്പൊ ഇതുപോലെ ഇതൊക്കെ ഇസ്ലാമാണ്, ഇയാൾ പറയുന്നതൊക്കെയാണ് ഇസ്ലാമിന്റെ നിയമം എന്ന് തെറ്റിദ്ധരിച്ചു പോയിട്ടുണ്ടെങ്കിൽ, ആരെങ്കിലും അതിലൊക്കെ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, നിങ്ങൾ മനസ്സിലാക്കിക്കോ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീനിലൂടെ പഠിപ്പിച്ചു തന്നതല്ലാത്തത് ഒരാൾ സ്വന്തമായിട്ട് അവകാശപ്പെട്ടാൽ അതും ഇസ്ലാമുമായിട്ട് ബന്ധമില്ല. അതുകൊണ്ട് എന്തു വേണം? ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞാൽ മാത്രം പോരാ. അത് സ്വഹാബിമാരെങ്ങനെയാണോ മനസ്സിലാക്കിയതെങ്കിൽ അങ്ങനെ തന്നെ നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ തന്നെ മനസ്സിലാക്കണം. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ ലാ ഇലാഹ ഇല്ലല്ലാഹയിൽ നിന്ന് പല ആളുകളും വഴിമാറിപ്പോവുകയാണ്. പല ആളുകളും ഇന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹയിൽ നിന്ന് വഴിതിരിഞ്ഞു പോകുന്നു. എങ്ങനെ ഈ വഴിതിരിഞ്ഞു പോകുന്നത്? ഇന്ന് എല്ലാവരും ഇപ്പൊ ഒരു സുഖമുള്ള വാക്ക് പറയുന്നുണ്ട്. അതെന്താ? നമ്മൾ ഈ ഇന്ത്യ രാജ്യം എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ഹിന്ദുക്കളുണ്ട്, ക്രിസ്ത്യാനികളുണ്ട്, മുസ്ലിമീങ്ങളുണ്ട്. നമ്മളൊക്കെ ഒരു ഉമ്മവറ്റ സഹോദരന്മാരല്ലേ? നമ്മളൊക്കെ വ്യത്യസ്ത മതങ്ങളാണെങ്കിലും നമ്മളൊന്നാണ്. അതുകൊണ്ട് നമ്മൾ തമ്മിലൊക്കെ സൗഹാർദ്ദം വേണം. നമ്മൾ തമ്മിൽ തല്ലേണ്ടതില്ല, തമ്മിൽ തല്ലാൻ പാടില്ല എന്നുള്ളത് ശരിയാണ്. പക്ഷേ സൗഹാർദ്ദം എന്ന് പറഞ്ഞിട്ട് അതാ മുസ്ലിമിന്റെ പള്ളിയിൽ വന്ന് ഹിന്ദു സഹോദരന്മാർ അവരുടെ ആഘോഷങ്ങൾ നടത്തലാണോ സൗഹാർദ്ദം? അതല്ലെങ്കിൽ ഹിന്ദു സഹോദരന്മാരുടെ ക്ഷേത്രങ്ങളിൽ പോയിട്ട് മുസ്ലിമീങ്ങളും തൊഴലും അതിൽ പങ്കെടുക്കലുമാണോ സൗഹാർദ്ദം? ക്രിസ്ത്യാനികളുടെ ആഘോഷങ്ങളിൽ മുസ്ലിമീങ്ങളും പങ്കുചേരലാണോ സൗഹാർദ്ദം? അതൊന്നും സൗഹാർദ്ദമല്ല. മറിച്ച് പ്രിയപ്പെട്ടവരെ, മതങ്ങൾ തമ്മിലൊരു സൗഹാർദ്ദമില്ല, മറിച്ച് മനുഷ്യർ തമ്മിലാണ് സൗഹാർദ്ദം വേണ്ടത്. മതം എന്ന് പറയുന്നത് ഇവിടെ വേറെ വേറെ തന്നെയാണ്. ഒരു മതവും ഒരു മതത്തോട് ചേരൂല. മുസ്ലിമിന് ഹിന്ദു മതത്തോട് ചേരാനാവില്ല, ഹിന്ദു മതത്തിന് മുസ്ലിമീങ്ങളോടും ചേരാനാവില്ല, ക്രിസ്ത്യാനികൾക്കും ചേരാനാവില്ല. മൂന്ന് മതങ്ങൾ തന്നെയാണ്. അതേ അവസരത്തിൽ 3 മതത്തിലെയും പെട്ട അനുയായികൾ അവര് പരസ്പരം സൗഹാർദ്ദം കാണിക്കേണ്ടതുണ്ട്. അതെങ്ങനെ?
എങ്ങനെയാണ് വേണ്ടത്? ഇതിന്ന് പലർക്കും അറിയാഞ്ഞിട്ട് പലരും പല അപകടത്തിലും ചെന്ന് ചാടുന്നുണ്ട്. അതാ ക്രിസ്ത്യാനികളുടെ ഡിസംബർ 25 വന്നു കഴിഞ്ഞാൽ മാപ്പിളമാരുടെ വീട്ടിന്റെ മുമ്പിലും സ്റ്റാർ തൂക്കുന്നു. അതാ നക്ഷത്രം തൂക്കുകയാണ് ബൾബിട്ടിട്ട്. മുസ്ലിമേ, നിന്റെ വീട്ടിൽ എന്തിനാ നീ സ്റ്റാർ തൂക്കുന്നത്? മുസ്ലിമേ, നിന്റെ വീട്ടിൽ നീ എന്തിനാ ഓണച്ചോറ് വെക്കുന്നത്? മുസ്ലിമേ, നിന്റെ വീട്ടിൽ നീ എന്തിനാ അത്തപ്പൂക്കളം ഒരുക്കുന്നത്? മുസ്ലിമേ, നിന്റെ വീട്ടിൽ നീ എന്തിനാണ് മാതോരി ദൈവത്തെ പ്രതിഷ്ഠിക്കുന്നത്? മുസ്ലിമേ, സൗഹാർദ്ദം എന്ന് പറയുന്നത് അവനവന്റെ ദീന് വിട്ടുകൊണ്ടുള്ള ഒരു സൗഹാർദ്ദമില്ല. അങ്ങനെ ഒരു സൗഹാർദ്ദം ഇവിടെ ആവശ്യവുമില്ല. അതൊരു മതത്തോട് വിദ്വേഷമുണ്ടായിട്ടല്ല. മുസ്ലിമിന് അവന്റെ ഐഡന്റിറ്റി ഉണ്ട്. മുസ്ലിം അവന്റെ ഇസ്ലാം കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട്. അതേ അവസരത്തിൽ മനുഷ്യന്മാര് തമ്മിൽ നല്ല സ്നേഹവും സൗഹാർദ്ദവും വേണം. മുസ്ലിമായ മനുഷ്യന്റെ അതാ വലതുഭാഗത്തൊരു ഹിന്ദുവിന്റെ വീടാണെന്ന് വിചാരിച്ചോ, ഇടതുഭാഗത്തൊരു ക്രിസ്ത്യാനിയുടെ വീടാണെന്ന് വിചാരിച്ചോ, ഈ മുസ്ലിമായ മനുഷ്യനൊരു ബാധ്യതയുണ്ട്. തന്റെ ഹിന്ദുവായ അയൽവാസിയോടും ക്രിസ്ത്യാനിയായ അയൽവാസിയോടും അവൻ സ്നേഹം കാണിക്കണം. അവന്റെ ആവശ്യങ്ങൾ ചെയ്തു കൊടുക്കണം. അവിടുത്തെ കുട്ടികൾ വിശന്നാൽ മുസ്ലിമിന്റെ വീട്ടിൽ ഭക്ഷണമുണ്ടോ? ഹിന്ദുവിന് കൊടുത്തോളണം, ക്രിസ്ത്യാനിക്ക് കൊടുത്തോളണം. ഹിന്ദുക്കൾ കഷ്ടപ്പെടുമ്പോൾ നമ്മെ കൊണ്ടാകുന്ന സഹായം ചെയ്യണം. നമ്മുടെ അയൽ വീട്, നമ്മുടെ നാട്ടിലൊരു ഹിന്ദു സഹോദരൻ അതാ ചോർന്നൊലിക്കുന്ന വീട്ടിൽ കിടക്കുകയാണ്. അയാളുടെ കുട്ടികളതാ ഉറങ്ങാനിടമില്ലാതെ നനഞ്ഞൊലിക്കുകയാണെങ്കിൽ അത് കണ്ടു നിൽക്കുന്ന മുസ്ലിമേ, നീ സഹായിക്കൽ നിന്റെ കയ്യിലുണ്ടെങ്കിൽ ആ പാവപ്പെട്ട ഹൈന്ദവ സഹോദരന് വീടുണ്ടാക്കി കൊടുക്കൽ പുണ്യകർമ്മമല്ലേ? അത് ക്രിസ്ത്യാനിയാണെങ്കിലും അങ്ങനെ തന്നെയല്ലേ? അതാ രോഗിയായി കിടക്കുകയാണ്, ചികിത്സിക്കാൻ പൈസയില്ലാത്ത ഒരു ഹൈന്ദവ സഹോദരനാണെങ്കിൽ അവനെ ആസ്പത്രിയിൽ കൊണ്ടുപോകേണ്ട ബാധ്യത മുസ്ലിമിനില്ലേ? ഉണ്ട്. ഇതൊക്കെ ആവശ്യമാണ്. ഹിന്ദുവിന്റെ വീട്ടിൽ ചായ കുടിക്കാൻ വിളിച്ചാൽ മുസ്ലിമിന് പോയിക്കൂടെ? മുസ്ലിമിന് പോകാം. ക്രിസ്ത്യാനി വിളിച്ചാൽ പോയിക്കൂടെ? പോകാം. മുസ്ലിമിന്റെ വീട്ടിൽ അവർക്ക് കയറിക്കൂടെ? ഭക്ഷണം കഴിച്ചുകൂടെ? കഴിക്കാം. ഇതിലൊന്നും ആർക്കും ഒരു എതിർപ്പുമില്ല. പക്ഷേ ഈ സൗഹാർദ്ദമാണ് പണ്ടുണ്ടായിരുന്നതെങ്കിൽ ഇന്നിതാ സൗഹാർദ്ദം എന്ന് പറഞ്ഞിട്ടിപ്പോ വേറെ ചില സൗഹാർദ്ദക്കാരിറങ്ങിയിരിക്കുന്നു. അതെന്ത് സൗഹാർദ്ദമാണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് വിശ്വസിക്കുന്ന മുസ്ലിമിന് ചെയ്യാൻ പാടില്ലാത്ത പലതും മതസൗഹാർദ്ദത്തിന്റെ പേരിൽ മുസ്ലിമേ നിന്റെ വീട്ടിൽ നീ ചെയ്യുന്നു. നീ ആഘോഷത്തിൽ പങ്കെടുക്കുന്നു. അവിടെ പോയിട്ട് അതാ ആശംസ നേരുന്നു. ഒരൊറ്റ മുസ്ലിമിന്റെ വീട്ടിലും സ്റ്റാർ തൂക്കിക്കൂടാ. ക്രിസ്തുമസിന്റെ സിംബലായി സ്റ്റാർ തൂക്കിക്കൂടാ. ഓണച്ചോറവൻ വെക്കണ്ട, അത്തപ്പൂക്കളം അവനൊരുക്കണ്ട. അത് അവരവരുടെ ആഘോഷങ്ങൾ അവരവര് ചെയ്തോട്ടെ. അങ്ങുമിങ്ങും കൂടിക്കൊടുത്തുകൊണ്ടുള്ള മതത്തിന്റെ ആദർശങ്ങളുടെ കടക്കൽ കത്തിവെക്കുന്ന ഒരു സൗഹാർദ്ദം അത് ഇസ്ലാമിലില്ല. എവിടെ എത്തി കാര്യങ്ങൾ? നിങ്ങൾ ആലോചിക്കുന്നുണ്ടോ? ഞാൻ നിങ്ങളെ ചില റിപ്പോർട്ട് കേൾപ്പിക്കാം. ഇതാ മാതൃഭൂമി പത്രമാണ് എൻ്റെ കയ്യിൽ. മാതൃഭൂമി പത്രത്തിലെ ഒരു വലിയ ഹെഡിങ് ഫസ്റ്റ് പേജിൽ തന്നെ ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. ആ ഹെഡിങ്: മതസൗഹാർദ്ദ പെരുമയിൽ വിഷ്ണുമൂർത്തി തെയ്യം പള്ളിയിലെത്തി. നോക്കണം നിങ്ങൾ, മതസൗഹാർദ്ദ പെരുമയിൽ വിഷ്ണുമൂർത്തി തെയ്യം പള്ളിയിലെത്തി. എന്നിട്ടോ പെരുമ്പട്ട, കാസർഗോഡ്. എന്നിട്ട് ആ സ്ഥലത്ത് നിന്നുള്ള റിപ്പോർട്ടിൽ പറയുകയാണ്. എന്താ പറയുന്നത്? പള്ളിയിലേക്ക് അവര് വരികയാണ്. എന്താണ് അവർ ചെയ്തത്? കേട്ടോളൂ. തിങ്കളാഴ്ച പെരുമ്പട്ട താഴേത്തടം പാടാള് കുറങ്ങര ഭഗവതി ക്ഷേത്രത്തിലെ വിഷ്ണുമൂർത്തി തെയ്യമാണ് പെരുമ്പട്ട ജുമാ മസ്ജിദ് സന്ദർശിച്ചത്. തിങ്കളാഴ്ച 2 മണിയോടെയാണ് തെയ്യം പള്ളിയിലെത്തിയത്. ക്ഷേത്രസ്ഥാനികരും ഭാരവാഹികളും പള്ളിയിലെത്തിയിരുന്നു. തെയ്യത്തെ ജുമാ മസ്ജിദ് കമ്മിറ്റി പ്രസിഡന്റ് ടി.പി. അബ്ദുൽ കരീമും സംഘവും വരവേറ്റു. പള്ളിയുടെ ഉള്ളിൽ കയറിയ തെയ്യത്തിന് പ്രത്യേക ഇരിപ്പിടം നൽകി. അതിലിരുന്ന് തെയ്യം പള്ളി ഭാരവാഹികളോട് തെയ്യം പറച്ചിൽ നടത്തി. തുടർന്ന് പള്ളിയിൽ എല്ലാവരും ഒത്തുചേർന്ന് പ്രാർത്ഥന നടത്തി. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക്. അങ്ങനെ തെയ്യം പള്ളിയിലിരുന്ന് പ്രത്യേകമായി പ്രാർത്ഥന നടത്തി.
പ്രാർത്ഥന നടത്തിയെന്ന് മാത്രമല്ല, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ പ്രിയപ്പെട്ടവരെ. ഒരു തെയ്യം, ഒരു വിഷ്ണുമൂർത്തി തെയ്യം പള്ളിയിൽ വരിക, പള്ളിയിൽ പ്രത്യേക ഇരിപ്പിടം കൊടുക്കുക, എന്നിട്ട് അദ്ദേഹം അവിടെ ഇരുന്ന് കണ്ട് പ്രത്യേകമായ തെയ്യം പാട്ടുകൾ, തെയ്യം പറച്ചിൽ പറയുക. ഈ രൂപത്തിലൊക്കെ ഒരു സൗഹാർദ്ദം പ്രിയപ്പെട്ടവരെ ഇസ്ലാമിലുണ്ടോ? ഇസ്ലാമികമായിട്ട് അങ്ങനെ ഒരു സമ്പ്രദായം ഉണ്ടോ? ഹിന്ദുക്കളുടെ ആചാരങ്ങൾ അവർ ചെയ്യട്ടെ, മുസ്ലിമിന്റെ ആചാരം അവർ ചെയ്യട്ടെ, ക്രിസ്ത്യാനിയുടെ ആചാരം അവർ ചെയ്യട്ടെ. അതിലപ്പുറം പ്രിയപ്പെട്ടവരെ, അതിലപ്പുറം എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്? നിങ്ങൾ ശ്രദ്ധിച്ചോ, ഈ തെയ്യം വന്നിട്ട് എന്തു ചെയ്യുന്നു? നൂറ്റാണ്ടുകളുടെ ഇടവേളകളെ ഭേദിച്ച് പരദേവത വീണ്ടും പള്ളിമുറ്റത്തെത്തി. പക്ഷേ മൂടകൾക്ക് പകരം പള്ളിയിലെ മഖാമിന് മുമ്പിൽ കൂട്ടിയിട്ട അരിയുടെ മുകളിലാണ് തെയ്യം നിലയുറപ്പിച്ചത്. നിങ്ങൾ കേട്ടോ, ഈ തെയ്യം ഒരു കാര്യം തെയ്യം പറഞ്ഞു. അതെന്താ? തുടർന്ന് നിസ്കാരം ഉൾപ്പെടെയുള്ള കർമ്മങ്ങൾ മുടങ്ങാതെ നിർവഹിക്കാൻ തെയ്യം മുസ്ലിം സഹോദരങ്ങൾക്ക് ഉപദേശവും നൽകി. നോക്കണം, ആ ഒരു കാര്യത്തിൽ തെയ്യത്തിനൊരു വിവരമുണ്ട്. എന്താ? അത് നമ്മളെ മാപ്പിളമാർക്കില്ലാത്തൊരു വിവര. 5 നേരം നിസ്കാരം മുടക്കരുത് എന്ന് തെയ്യം പള്ളിയിൽ വന്നിട്ട് ഉപദേശിച്ചു. നമ്മളെ ചില ചങ്ങാരിമാരെക്കാൾ തെയ്യത്തിന് ഇൽമുണ്ട്. കാരണം എന്താ? നമ്മളെ ചില ചങ്ങാരിമാര് പറയുന്നത് നിസ്കരിച്ചില്ലേലും കുഴപ്പമൊന്നുമില്ല, മൗലൂദ് ഓതിയാ മദീന. പക്ഷെ തെയ്യത്തിന് അതിനോട് യോജിപ്പില്ല. തെയ്യം പള്ളിയിൽ വന്ന് പ്രത്യേക ഇരിപ്പിടൊക്കെ കിട്ടിയപ്പോൾ തെയ്യം പറച്ചിലൊക്കെ കഴിഞ്ഞിട്ട് പറഞ്ഞു, മുസ്ലിമീങ്ങൾ നിങ്ങളൊക്കെ എല്ലാവരും നിസ്കാരമൊക്കെ കൃത്യമായിട്ട് ചെയ്യണം. പള്ളിയിലേക്ക് മുത്തുക്കുടകളുടെയും വാദ്യമേളങ്ങളുടെയും അകമ്പടിയോടെ എത്തിയ തെയ്യത്തെ ജുമാ മസ്ജിദ് ഭാരവാഹികൾ സ്വീകരിച്ചു. നോക്കണം നിങ്ങൾ, വാദ്യമേളങ്ങൾ കൊണ്ട് പള്ളിയിലേക്ക് വരിക. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, എവിടെ എത്തി? ഇങ്ങനെയാണോ സൗഹാർദ്ദം? അതാ വേറെ ചില ആളുകൾ വേറെ ചില സ്ഥലങ്ങളിലേക്ക് പോകുന്നു. ഇതിപ്പോ അവിടുന്ന് ഇങ്ങോട്ട് വന്നതാണെങ്കിൽ ഇനി അതാ മാപ്പിളമാര് അതാ പല ക്ഷേത്രങ്ങളിലേക്കും പോകുന്നു. നിങ്ങൾ കേട്ടിട്ടില്ലേ, സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലേക്ക് നബീസുമ്മ ജസീറ എന്ന പേരക്കുട്ടിയുടെ കയ്യും പിടിച്ചു പോയി. എന്തിനാ പോയത്? അതാ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്ര തിരുനടയിൽ അതാ നബീസുമ്മ തേങ്ങിക്കരഞ്ഞു. നബീസുമ്മ ആരാണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് കേട്ട് വളർന്ന നബീസുമ്മ പേരക്കുട്ടിയായ ജസീറ എന്ന് പറയുന്ന കുട്ടിയുടെ കയ്യും പിടിച്ച് ക്ഷേത്രത്തിൽ പോയിരിക്കുകയാണ്. എന്തിന്? പൂവൻപഴം കൊണ്ട് തുലാഭാരം നടത്താൻ. അതാ ഉമ്മ അവിടെ പോയി തേങ്ങിക്കരയുന്നു. ആരാണ് ഇതിന് ഉത്തരവാദി? എവിടെ പോയാലും കുഴപ്പമില്ല, അമ്മയുടെ അടുത്ത് പോയാലും ബാബയുടെ അടുത്ത് പോയാലും അതാ കാവിലേക്ക് പോയാലും എവിടെ പോയാലും അള്ള കൊടുത്ത കഴിവേ ഉള്ളൂ എന്ന് വിശ്വസിച്ചാൽ പിന്നെ ആരോടും എന്തും പറയാം, എന്തും ചെയ്യാമെന്ന് പഠിപ്പിച്ചപ്പോൾ ജനങ്ങൾ അങ്ങനെ പലയിടത്തും പോകാൻ തുടങ്ങി. ജനങ്ങൾ അങ്ങനെ പല സ്ഥലത്തും പോകാൻ തുടങ്ങി. അവരെങ്ങനെ പല സ്ഥലങ്ങളിലേക്കും ഇങ്ങനെ നെട്ടോട്ടമോടാൻ തുടങ്ങി. കാരണം സമാധാനം കിട്ടണ്ടേ. സമാധാനത്തിന് ഇസ്ലാം നിശ്ചയിച്ച വഴികളൊക്കെ വിട്ടിട്ട് മറ്റു പല വഴികളിലേക്കും പോവുകയാണ്. മതസൗഹാർദ്ദം എന്നാണ് പറയുന്നത്. ഉത്സവത്തിനതാ, ഹിന്ദുക്കളുടെ ഉത്സവത്തിന് മാപ്പിളമാരെല്ലാ ആശീർവാദങ്ങളും, അവിടെ പോയി സഹായ സഹകരണങ്ങൾ, അവിടെ പോയിട്ട് എല്ലാത്തിലും കൂടിയാടുന്നു. മുസ്ലിമേ, ഇതാണോ മതസൗഹാർദ്ദം? അവനവന്റെ മതത്തിൽ ഒതുങ്ങി നിന്നിട്ടുള്ള സൗഹാർദ്ദം പോരെ? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, മനുഷ്യര് തമ്മിലാണ് സൗഹാർദ്ദം, മതങ്ങൾ പരസ്പരം സൗഹാർദ്ദമില്ല. കാരണം മതങ്ങൾ ഇസ്ലാം പറയുന്നതിന് എതിരാണ് മറ്റുള്ളവ പറയുന്നതിന് എതിര് തന്നെയാണ് ഇസ്ലാമിനുള്ളത്. അതുകൊണ്ട് അത് രണ്ടും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്ന ഒരു സൗഹാർദ്ദമില്ല. നിങ്ങൾ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്ത് മുശ്രിക്കുകൾ, അന്നുണ്ടായിരുന്ന ആളുകൾ നബി തങ്ങളോട് പറഞ്ഞില്ലേ, ഞങ്ങളുടെ ലാത്താ വിഗ്രഹത്തെ കാണുമ്പോ ഒന്ന് കൈപൊക്കിയാ മതി മുഹമ്മദേ, നമുക്കൊന്ന് യോജിച്ചു പോയിക്കൂടെ, ഞങ്ങളുടെ ഉത്സവങ്ങളിലൊക്കെ നീയും പങ്കെടുക്കുക, നിങ്ങളുടെ കാര്യങ്ങളിലൊക്കെ ഞങ്ങളും പങ്കെടുക്കാമെന്ന് ഒരു പഞ്ചായത്ത് വന്ന് പറഞ്ഞപ്പോൾ വിശുദ്ധ ഖുർആൻ എന്താ പറയുന്നത്? ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ എന്നങ്ങ് വിശദീകരിച്ചുകൊണ്ട് അവസാനം പറയാണ്, ലക്കും ദീനുക്കും വലിയ ദീൻ, നിങ്ങൾക്ക് നിങ്ങളുടെ മതം, എനിക്ക് എന്റെ മതം, അതിലിടപെടണ്ട. അതേ അവസരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യഹൂദിയുടെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ടില്ലേ? യഹൂദികളുമായി ഇടപാട് നടത്തിയിട്ടില്ലേ?
കാഫിറുകളുമായി കച്ചവടം നടത്തിയിട്ടില്ലേ? അതൊക്കെ ചെയ്യാറൊന്നും വിരോധമല്ല. പക്ഷേ ഇസ്ലാമിന്റെ നിയമങ്ങളെ കാറ്റിൽ പറത്തി അവരുടെ ആഘോഷമോ അവരുടെ സമ്പ്രദായങ്ങളോ നമുക്ക് വേണ്ട. ക്രിസ്ത്യാനി ക്രിസ്തുമസ് ആഘോഷിക്കുമ്പോ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, സൗഹാർദ്ദം എന്ന് പറഞ്ഞിട്ട് മുസ്ലിമേ അതിൽ കൂടിക്കൊടുക്കണ്ട. ഇതാ ഈ പത്രത്തിൽ ഒരു ഫോട്ടോ കാണുന്നു. ഉത്സവ ലഹരിയിൽ ഐക്യ ക്രിസ്തുമസ് ആഘോഷം. മനോരമയിലെ ന്യൂസാണ്. ഉത്സവ ലഹരിയിൽ ഐക്യ ക്രിസ്തുമസ് ആഘോഷം. ക്രിസ്തുമസ് ആഘോഷത്തിന് പോയിരുന്ന ആൾക്കാരൊക്കെയാണ്? ഒരാളെ പേര് മാത്രം ഞാൻ വായിക്കാം. കുറെ ആൾക്കാരെ പേരുണ്ട്. ഒരാളെ പേര് മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചോ. അതിൽ PJ പോൾ ഉണ്ട്, സിസ്റ്റർ മേരി തെരേസയുണ്ട്, സിസ്റ്റർ സോണിയയുണ്ട്, സ്റ്റാർ സിംഗർ സോണിയയുണ്ട്, അതേപോലെ തന്നെ ബിഷപ്പുമാരുണ്ട്, പാതിരിമാരുണ്ട്. അക്കൂട്ടത്തിൽ ഒരാളെ കേട്ടോ, യൂനുസ് അഹ്സനി. യൂനുസ് അഹ്സനി ക്രിസ്തുമസ് ആഘോഷിക്കാൻ പോയിരിക്കുകയാണ്. മതസൗഹാർദ്ദമാണ് പോലും. ഓ പ്രിയപ്പെട്ട മുസ്ലിമേ, ഇതെന്തൊരു സൗഹാർദ്ദമാണ്. എല്ലാ മതങ്ങളും അവരുടെ വിശ്വാസം അനുസരിച്ച് ചെയ്യട്ടെ. അതിലപ്പുറം നമ്മൾ ഓരോ വിശ്വാസങ്ങളെ ഇങ്ങോട്ട് കടമെടുത്തിട്ട് അത് ചെയ്യുന്ന സംസ്കാരം മുസ്ലിമീങ്ങൾക്കില്ല. അതേ വിവരമുള്ളവരെന്ന് പറയുന്നവർക്ക് പോലും ഇത് തിരിയാതെ പോയല്ലോ. എത്ര സങ്കടമാണ്. ശബരിമലയിലേക്കതാ അയ്യപ്പന്മാര് പോകുമ്പോ അതാ അവിടെ ഒരു വാവരുണ്ട്. വാവരെ പറ്റി എന്താ നമ്മുടെ ശംസുൽ ഉലമ എന്ന് പേര് കേട്ട EK അബൂബക്കർ മുസ്ലിയാർ എന്താ പറഞ്ഞത്? മതസൗഹാർദ്ദത്തിന്റെ കേന്ദ്രമാണ് പോലും എവിടെ? ശബരിമല. വാവര് വലിയുല്ലാഹി. വാവരാരാണ്? വലിയുല്ലാഹി. വാവര് വലിയുല്ലാഹി അയ്യപ്പ സ്വാമി. രണ്ട് പേരിലെയും മതസൗഹാർദ്ദ നില എന്തായിരുന്നു? വാവർ വലിയുല്ലാഹിയാണ്. അപ്പൊ കണ്ടോ, അവിടെ പോകുന്ന ഹൈന്ദവന്മാര് അതാ സ്വാമിയുടെ അടുത്ത് പോകുന്നതിന് മുമ്പ് വാവര് വലിയുല്ലാഹിയെ കാണാൻ പോകുന്നു. അതുകൊണ്ടല്ലേ വാവര് വലിയുള്ളയാണെങ്കിൽ നമുക്കും മാലയിട്ട് പോയിക്കൂടെ? അതല്ലേ പ്രാവശ്യം അവിടെ അപകടം നടന്നപ്പോൾ അപകടത്തിൽ അതാ തിക്കിലും തിരക്കിലും പെട്ട് മരണപ്പെട്ട മയ്യത്തുകളുടെ കൂട്ടത്തിൽ ഒരു മാപ്പിളയുടെ പേരും നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? ആരാണ് ഉത്തരവാദി? മുജാഹിദുകളാണോ? വാവര് വലിയുള്ളയാണ്. വലിയുള്ളാഹി വാവരോട് പ്രാർത്ഥിക്കാൻ ശബരിമലയിലേക്ക് പോകാമല്ലേ? അങ്ങനെ പോകാമെന്ന് ഫത്വ കിട്ടിയപ്പോഴല്ലേ ഒരു മൊയ്തീൻ കുട്ടി പണ്ട് പോയത് കേരളത്തിൽ നിന്ന്. കേരളത്തിന്റെ പുറത്ത് നിന്നിപ്പോൾ മറ്റൊരാൾ പോയി തിക്കിലും തിരക്കിലും പെട്ട് അതാ അവിടെ വെച്ച് മരണപ്പെട്ടില്ലേ? ഇതാണോ സൗഹാർദ്ദം? ഓരോരുത്തരും അവരവരുടെ വിശ്വാസം അനുസരിച്ച് പ്രവർത്തിച്ചോട്ടെ. ശബരിമലയിൽ ഹിന്ദുക്കൾ ചെയ്യട്ടെ, മുസ്ലിമീങ്ങൾ അതാ അവർക്ക് അനുവദിക്കപ്പെട്ട കാര്യം ചെയ്യട്ടെ, ക്രിസ്ത്യാനികൾ അവർക്ക് അനുവദിക്കപ്പെട്ട കാര്യം ചെയ്യട്ടെ. ഓരോരുത്തരും അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊടുത്ത് അവരുടേത് നമ്മളും നമ്മളുടേത് അവരും ചെയ്തുള്ള ഒരു സൗഹാർദ്ദം അത് ശരിയായ സൗഹാർദ്ദമല്ല. മുസ്ലിമിന് സ്വീകരിക്കാൻ പറ്റില്ല. ഇത് ശരിക്കും നിങ്ങൾ മനസ്സിലാക്കിക്കോ.